ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനം, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുമായി കൈമാറുമാറാകട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നാട്ടെ. ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 17. Gospel of Saint Matthew chapter 17 verses 1 to 9. മത്തായി സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ താഴേക്ക്. മത്തായി സുവിശേഷം 17-ാം അധ്യായം. മത്തായി സുവിശേഷം 17-ാം അധ്യായം. മത്തായി സുവിശേഷം 17-ാം അധ്യായം. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവിടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണ് വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ട്, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. 17-ാം അധ്യായം 1-ാം വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം, ദാറ്റ് മീൻസ് 16-ാം അധ്യായത്തിൽ എന്തോ സംഭവിച്ചു. അതിന്റെ കണ്ടിന്യൂഷനാണ്. 6 ദിവസം കഴിഞ്ഞ ശേഷം 16-ാം അധ്യായം തുടരുകയാണ്. 16-ാം അധ്യായം തുടർന്ന് ആൾമോസ്റ്റ് 6 ദിവസം, ഒരാഴ്ച എന്ന് വെച്ചോ, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. എവിടെ രൂപാന്തരപ്പെട്ടു? തനിച്ച്. എല്ലാവരും പറഞ്ഞാട്ടെ, തനിച്ച്. കേട്ടില്ല? തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഇന്ന് പകൽ നാം കേൾക്കുന്ന ഈ ദൂതിന്റെ ടൈറ്റിൽ ഇതാണ്: കം, ലെറ്റ് us climb this mountain. Come, let's climb this mountain. വരൂ, നമുക്ക് ഈ മല കയറാം. വരൂ, നമുക്ക് ഈ മല കയറാം. വരൂ, നമുക്ക് ഈ മല കയറാം. അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി പറഞ്ഞാട്ടെ, ആ മലയെ കീഴ്പ്പെടുത്തുക. ആ മലയെ കീഴ്പ്പെടുത്തുക. ആ മലയെ കീഴ്പ്പെടുത്തുക. ആ മലയെ കീഴ്പ്പെടുത്തുക. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളി എന്താണെങ്കിലും ആ മലയെ, നിന്റെ പാസ്റ്റല്ല, നിന്റെ പ്രവാചകനല്ല, നീ കീഴ്പ്പെടുത്തുക. യെസ്, എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹില്ലാരി പോലെ, ടെൻസിം പോലെ, യെസ്, ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ മണിക്കൂറിൽ നിന്റെ മുൻപിൽ നിൽക്കുന്നതായ
ആ മലയെ നീ കീഴ്പ്പെടുത്തുക. സഹോദരങ്ങളെ, ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഈസിയല്ല. ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും എളുപ്പമല്ല. പല താഴ്വരകൾ, പല മലകൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ ഉണ്ട്. യേശു കർത്താവ് ഒരിക്കലും മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നില്ല. യേശു കർത്താവ് ട്രൂ സ്പീക്കർ ആയിരുന്നു. യേശു മോട്ടിവേഷൻ അല്ല പറഞ്ഞത്. ഇന്ന് മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിൽ മെഗാ ചർച്ചസ് ഉണ്ടാകും. എന്നാൽ യേശു കർത്താവ് സ്തോത്രം മോട്ടിവേഷൻ ഇക്കിളി പ്രസംഗിയല്ല. യേശു കർത്താവ് സത്യമാണ് എപ്പോഴും സംസാരിച്ചത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മോട്ടിവേഷൻ സ്പീക്കർ ആകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ, യേശു മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നു എങ്കിൽ വരിക, ഈ സമനിലത്തൂടെ നമുക്ക് കേടുപറ്റാതെ നടക്കാം എന്ന് പറഞ്ഞേനെ. എന്നാൽ അവൻ ട്രൂ സ്പീക്കർ ആയതുകൊണ്ട്, അവൻ ട്രൂത്ത് പറഞ്ഞതുകൊണ്ട് സ്തോത്രം, അവൻ പറഞ്ഞു വരിക, ഈ മല കയറാം. ആ ദിവസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ദ ഫെസ്റ്റിവൽ ഓഫ് ബൂസ് അഥവാ കൂടാര പെരുന്നാളിന്റെ നാളുകളായിരുന്നു അത്. 4 സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിൽ കാണുന്നതായ വിവിധ ഉത്സവങ്ങളുടെ ദിവസത്തിൽ കർത്താവ് യേശു ക്രിസ്തു ദിവസങ്ങൾ ടൈം എടുത്ത് ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് നടന്നുപോയി. യേശു ഉത്സവ ദിവസങ്ങളിൽ യെരൂശലേം പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും അതുപോലെ ദേവാലയത്തിലും നിശ്ചയമായി ഉണ്ടായിരുന്നു. യേശു ഉത്സവ ദിവസങ്ങളിൽ ദേവാലയത്തിലായിരുന്നു മിക്കവാറും പോയത്. പക്ഷേ ഈ കൂടാര പെരുന്നാളിന് വ്യത്യസ്തമായി യെരൂശലേമിലേക്ക് പോകാതെ ഗലീലക്കടലിന്റെ പടിഞ്ഞാറേ ഭാഗത്തായിരുന്ന കർത്താവ് കിഴക്കോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചയായി അവൻ കിഴക്ക് ഭാഗത്ത് ആ ഫിലിപ്പിന്റെ കൈസരിയ എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു. അവിടെ നിന്ന് സ്തോത്രം ഇതാ സ്തോത്രം മറുരൂപമല എന്നറിയപ്പെടുന്നതായ ആ മലയിലേക്ക് 3 പേരെ കൂട്ടിക്കൊണ്ട് അവനിതാ സ്തോത്രം ആ ഉയർന്ന മലയിലേക്ക് കടന്നു പോകുകയാണ്. സോ യേശു 3 ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് മുൻപായി ഇതാ നടക്കുന്നു. അവർക്ക് മുൻപായി അവൻ നടക്കുന്നു. ഞാനിങ്ങനെ വ്യാഖ്യാനിച്ച് താഴ്മയോട് പറയട്ടെ, കർത്താവ് അവർക്ക് മുൻപായി നടക്കുന്നു. 3 ശിഷ്യന്മാർക്ക് പിൻപിൽ നടക്കുന്നു. അവർ ചലിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആത്മീയ ജീവിതം സ്റ്റാഗ്നന്റ് അല്ല, സ്റ്റാഗ്നേഷൻ അല്ല. ആത്മീയ ജീവിതം മൂവ്മെന്റ് ആണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നിശ്ചലമായി കിടക്കുന്ന ഒരു കുളമല്ല. പകരം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ചലനമാണ്. ഇന്ന് പകൽക്കാലം ഒന്നും നടക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ചലനമറ്റിരിക്കുന്നു എന്നാരെങ്കിലും പറയുന്നു എങ്കിൽ ആ ചലനാത്മകമായി തീർക്കുവാൻ ജീവന്റെ ദാതാവ് നിങ്ങളെ ഇന്ന് പകൽ തൊടുവാൻ വേണ്ടി പോകുകയാണ്. കാരണം വേദപുസ്തകം പറയുന്നു, ചാവാറായ ശേഷിപ്പുകളെ അതെ ജീവിപ്പിക്കുന്നവൻ, ശക്തിപ്പെടുത്തുന്നവനാണ് കർത്താവ്. ഉണങ്ങിയ ആസ്തികളെ ജീവിപ്പിക്കുന്നവനാണ് ദൈവം. നിങ്ങൾ ഒഴുക്കില്ലാത്ത കുളങ്ങളല്ല, പകരം കർത്താവായ യേശു നിങ്ങളോട് കൂടെ ഉണ്ട് എങ്കിൽ ജീവന്റെ ജല നദി പ്രവാഹത്തിനായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. കർത്താവ് ജീവിക്കുന്നവനായതുകൊണ്ട് അവൻ ചലിക്കുന്നവനാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എന്റെ ദൈവം ചലിക്കുന്നു. പറഞ്ഞാട്ടെ, എന്റെ ദൈവം ചലിക്കുന്നു, എന്റെ ദൈവം ചലിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ലോകം മുഴുവൻ പറയുന്നു ഒന്നും നടക്കുന്നില്ല. സ്തോത്രം. കോപ്പ അമേരിക്കക്കാർ പറയും, ഒഴിഞ്ഞ സ്റ്റേഡിയത്തിൽ 7800 പേരുടെ മുൻപിലാണ് ഞങ്ങളുടെ പിള്ളേര് കളിച്ചത്. 78,000-ത്തിലധികം പേർ കൂടേണ്ട സ്റ്റേഡിയത്തിൽ, ആരവാരം ഉയരേണ്ട സ്റ്റേഡിയത്തിൽ സംബാ സാൽസ അതേ താളം പൊങ്ങേണ്ടതായ കോപ്പ അമേരിക്ക എംപ്റ്റി ആയിരുന്നു. ഗാലറികൾ, സ്റ്റേഡിയം ശൂന്യമായിരുന്നു. അവർ പറയും, അയ്യോ ഒന്നും നടക്കുന്നില്ല. കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഗാലറികൾ ഒഴിഞ്ഞുകിടന്നു. ശൂന്യമാണ്, ഒന്നും നടക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ആരോ പറയുന്നു, ബിസിനസ് ലോയാണ്, ഒന്നും നടക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ ഭാവി, ഒന്നും നടക്കുന്നില്ല. നോ, ലോകമത് പറയട്ടെ, ലോകമത് പാടട്ടെ. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ലോകം മുഴുവൻ അവർക്കൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നു എങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ കൈ പിടിച്ചിരിക്കുന്ന, യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കുന്നവർ പറയട്ടെ, എന്തെങ്കിലും നടക്കുമെങ്കിൽ
അത് എന്നിൽ മാത്രമേ നടക്കത്തുള്ളൂ. എവിടെയെങ്കിലും ചലനമുണ്ടെങ്കിൽ എനിക്ക് ചലിപ്പാൻ കഴിയത്തുള്ളൂ. സമാധിപ്പെട്ടിയിൽ കിടക്കുന്നതല്ല എൻ്റെ ആത്മീയ ജീവിതം. ഞാൻ ചലിക്കുകയാണ്. തോന്നിയതുപോലെ ഞാൻ ചലിക്കുന്നില്ല. എൻ്റെ ചലനം സെൽഫ് അല്ല, എൻ്റെ ചലനം ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ചലിക്കുകയാണ്. വലത് കരങ്ങൾ ഉയർത്തി ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവണ്ണം പറഞ്ഞാട്ടെ, ഞാൻ ചലിപ്പാൻ തീരുമാനിച്ചു. പറ, ഞാൻ ചലിപ്പാൻ തീരുമാനിച്ചു. ഇൻ ജീസസ് നെയിം ചലിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളിൽ, സഭകളിൽ, ശുശ്രൂഷകളിൽ, ദൈവദാസന്മാരിൽ കമാൻ ദൈവത്തിന്റെ ചലനം വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം മുതൽ ഞാൻ ദൈവകൃപയാൽ വിളിച്ചു പറയട്ടെ, വാരിക സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ ചലനത്തിൽ ജീവിക്കാം. ഓ, കേട്ടില്ല. വാരിക സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ ചലനത്തിൽ ജീവിക്കാം. നമുക്ക് കർത്താവിന്റെ ചലനത്തിൽ ജീവിക്കാം. ഉണർവെന്ന് പറയുന്നത്, ഇവാഞ്ചലിസം എന്ന് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, സകലതും സ്തോത്രം ദൈവത്തിന്റെ ചലനമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ചലനത്തിൽ ജീവിക്കാം. ദൈവിക ചലനത്തിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിക്കോദീമോസിനെ കർത്താവ് ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. നിക്കോദീമോസിനെ കർത്താവ് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, ആത്മാവിൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു. ആത്മാവിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്. ആത്മാവിൽ ജനിച്ചവൻ ഏതുപോലെയാകുന്നു? കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നീ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവൻ കുലുങ്ങാത്ത പർവ്വതം എന്നല്ല തമ്പുരാൻ പറഞ്ഞത്. ആത്മാവിൽ ജനിച്ചവൻ സർവേ കല്ല് എന്നല്ല കർത്താവ് പറഞ്ഞത്. ആത്മാവിൽ ജനിച്ചവൻ കാറ്റുപോലെയാണ്. അർത്ഥം സകല ദിശകളിലേക്ക് അത് വീശുന്നത് പോലെ, ചലിക്കുന്നത് പോലെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രഖ്യാപിച്ചു പറയട്ടെ, പ്രവചിച്ചു പറയട്ടെ, വിദ്യാഭ്യാസങ്ങളിൽ ചലനമുണ്ട്, അഡ്മിഷനിൽ ചലനമുണ്ട്, വിവാഹാലോചനകളിൽ ചലനമുണ്ട്, ബിസിനസ്സിൽ ചലനമുണ്ട്, ശുശ്രൂഷകളിൽ ചലനമുണ്ട്. ദേശത്തിൽ ആരെങ്കിലും ചലിക്കുന്നെങ്കിൽ അത് നീ ആയിരിക്കും ചലിക്കുന്നത്. ദേശത്തിൽ ഏത് വീട്ടിലെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ നിങ്ങളിലാണ് സംഭവിക്കുന്നത്. കാരണം എന്റെ കർത്താവ് ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്കായി ചലിക്കുകയാണ്. 6 ദിവസത്തിന് ശേഷം, ഞാൻ അത് അണ്ടർലൈൻ ചെയ്തിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് പ്രഖ്യാപിച്ച് ഈ ദൂത് പ്രാപിക്കുമ്പോൾ പറഞ്ഞത്, കർത്താവേ 6 ദിവസത്തിന് ശേഷം, അത് 6 മാസത്തിന് ശേഷം ആക്കല്ലേ. ഒരിക്കൽ കൂടെ 6 ദിവസത്തിന് ശേഷം, അത് 6 മാസത്തിന് ശേഷം നീ ആക്കരുതേ. കാരണം every time stealing devil I resist and rebuke you in Jesus name. സമയങ്ങളെ, കാലങ്ങളെ, മാസങ്ങളെ മോഷ്ടിക്കുന്ന അന്ധകാര ശക്തി, ആ സാത്താൻ തോറ്റവനാണ്. 6 മാസം കഴിഞ്ഞിട്ടല്ല, 6 വർഷം കഴിഞ്ഞിട്ട് ഒരിക്കലുമല്ല. 6 വർഷം കഴിഞ്ഞിട്ടല്ല, 6 മാസം കഴിഞ്ഞിട്ടല്ല, 6 ദിവസം കഴിഞ്ഞിട്ട് ഇതാ മറുരൂപമലയുടെ താഴ്വരയിൽ ഒരു ചലനം, താഴ്വരയിൽ ഒരു ചലനം. വേദപുസ്തകത്തിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ നിങ്ങൾ നോക്കുമ്പോൾ അതേ ദൈവകൃപയിൽ മുന്നേറിയതായ സകല വ്യക്തികളും കർത്താവിനോട് കൂടെ ചലിച്ചവരാണ്. എവിടെയോ സ്തോത്രം സെറ്റിൽ ചെയ്തിരുന്നവരല്ല. ഞാൻ പോകത്തില്ല, ഞാൻ അനങ്ങത്തില്ല. ഓ നോ 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 നോ. സ്തോത്രം ഉദാഹരണമായി അബ്രഹാമിലേക്ക് നോക്കിയാട്ടെ. അബ്രഹാം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ചലിക്കുകയാണ്. 7 കാര്യം എനിക്ക് ഇൻട്രൊഡക്ഷനായി പറയാനുണ്ട്. അബ്രഹാം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ചലിക്കുകയാണ്. കമാൺ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഒക്കെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ചലിക്കട്ടെ. മമ്രയുടെ തോപ്പിൽ നിന്ന് ബേഥേലിലേക്ക്, ബേഥേലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതേ സ്തോത്രമൻ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ദൈവത്തിന്റെ കൃപയാൽ അതേ ചലിക്കട്ടെ. ഏതോ കാര്യങ്ങളിൽ സെറ്റിൽ ചെയ്ത് സ്തോത്രം ഇവിടെ ഞാൻ ഇരിക്കും എന്നല്ല. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട്. ഒരിക്കൽ കൂടെ, ഞാൻ പിൻപിലുള്ളത് മറന്നും ഞാൻ മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട്. എന്റെ പിൻപിലുള്ളത് വേസ്റ്റ് ആണ്, എന്റെ മുൻപിൽ കാണുന്നത് ബെസ്റ്റ് ആണ്. എന്റെ പിൻപിൽ ഞാൻ കണ്ടത് വേസ്റ്റ് ആണ്. ഒന്നുമല്ലാത്തതാണ് ഞാൻ ഭക്ഷിച്ചത്, ഒന്നുമല്ലാത്തതാണ് ഞാൻ പാർത്തത്, ഒന്നുമല്ലാത്തതാണ് ഞാൻ ചെയ്തത്, പറഞ്ഞത്. പക്ഷെ എന്റെ മുൻപിൽ ഏറ്റവും ബെസ്റ്റ് ആണ് എന്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിൽ
ചലിക്കുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലർ വിശ്വാസത്തിൽ ചലിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ആരോ പറയുന്നു, ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന പിശാചനെ അനാവശ്യ സ്ഥാനങ്ങളിലേക്ക് വേരിറക്കിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ കൃപയിലേക്ക് ഞാൻ ചലിക്കുകയാണ്. അർഹതയില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് എന്റെ ദൈവം എന്നെ ചലിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ മോവാബിയ ദേശക്കാരിയായിരിക്കാം, അന്യജാതിക്കാരത്തെയായിരിക്കാം, മറ്റൊരു കൾച്ചറിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായിരിക്കാം. പക്ഷെ അർഹതയില്ലാത്ത ഒരു വയല് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്കായി ചില പൊസഷൻ കാത്തിരിക്കുന്നു. ആരാമേൻ പറയും? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. എനിക്ക് വേണ്ടി ചില പൊസഷൻ കാത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ചില പ്രോപ്പർട്ടി കാത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ചില പേരുകൾ കാത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ചില സ്ഥാന പേരുകൾ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്റെ ബുദ്ധിയെ ഞാൻ മാറ്റി, എന്റെ ഓർഫയെ ഞാൻ വിട്ട്, എന്റെ നവോമിയുടെ കൈ പിടിച്ച്, എന്റെ ഓർഫയെ ഞാൻ വിട്ട്, നെഗറ്റീവ് പറയുന്ന ഓർഫയെ ഞാൻ വിട്ട്, പോസിറ്റീവ് പറയുന്നതായ നവോമിയുടെ കൈ പിടിച്ച് ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ എന്റെ യാത്ര കൃപയിൽ നിന്ന് കൃപയിലേക്കാണ്. ആരോ പറയുന്നു, ബ്രദർ നിനക്കറിയത്തില്ല, ഞാൻ പോയതായ മരുഭൂമിയും ഞാൻ കരഞ്ഞതായ സ്തോത്രം, അതേ കരച്ചിലും ഒഴുക്കിയതായ കണ്ണുനീരും അറിയത്തില്ല. ഇന്ന് പകൽക്കാലം വേറെ ആർക്കുമില്ല താഴ്വരയുടെ കണ്ണുനീരിലൂടെ ആരെങ്കിലും പോയി എങ്കിൽ പറയട്ടെ, നിങ്ങൾ പോകുന്നത് ബലത്തിൽ നിന്ന് ബലത്തിലേക്കാണ്. 84:7 അങ്ങനെ പറയുന്നു. ഓ താഴ്വര, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്ത കുടുംബങ്ങളെ, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്ത സഹോദരന്മാരെ, സ്തോത്രം, ദൈവം ചലിക്കുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം ചലിക്കുന്നു. പറ, ദൈവം ചലിക്കുന്നു. വിശ്വാസത്തിലേക്ക് മാത്രമല്ല, കൃപയിൽ നിന്ന് കൃപയിലേക്ക് മാത്രമല്ല, പകരം സ്തോത്രം ബലത്തിന്മേൽ ബലം പ്രാപിക്കുന്നു. അവർ മേൽക്ക് മേൽ ബലം പ്രാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു സഫറിങ്ങിന്, ഒരു പെയിന് നിന്നെ ബലഹീനപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു ദുഃഖങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ നിന്നെ നിരാശപ്പെടുത്തുവാൻ കഴിയത്തില്ല. പകരം കണ്ണുനീർ താഴ്വരയിലൂടെ നീ കടന്നു പോകുമ്പോൾ മേൽക്ക് മേൽ നീ ബലം പ്രാപിക്കുന്നു. The joy of the Lord is my strength. സ്തോത്രം, യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലം. പറ, യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലം. എന്റെ കർത്താവ് ചലിക്കുകയാണ്. ബലത്തിന്മേൽ ബലം മാത്രമല്ല, എന്റെ കർത്താവിനോട് ചേർന്ന് ചലിച്ചാലുണ്ടല്ലോ, ശക്തിക്ക് മേൽ ശക്തിയുമാണ്. അപ്പോസ്തലപ്രവൃത്തി 9:22 ബൈബിൾ പറയുന്നു, ശൗലിനെ ദൈവമായ കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് രക്ഷിച്ച് ദൈവത്തിന്റെ കൃപയിൽ ആക്കി. അവൻ സ്തോത്രം, അതേ സഭയെ ഉപദ്രവിച്ചവനാണ്, പരീശനാണ്, എക്സെട്രാ. ഓ സ്തോത്രം, അതെ നമ്മൾ ആരേലും ആയിരുന്നെങ്കിൽ പുള്ളിയെ വിശ്വാസിയായി പോലും ചർച്ചിൽ കയറ്റത്തില്ല. എന്നാൽ തമ്പുരാൻ തന്നെ രക്ഷിച്ച് പരിശുദ്ധാത്മാവിൽ നിറച്ച് ദൈവത്തിന്റെ കൃപയിലേക്ക് ആക്കിയപ്പോൾ ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. ആരാ ആമേൻ പറഞ്ഞത്? മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. സഹോദരി സഹോദരന്മാരെ, ഒറ്റ ദിവസം കൊണ്ടല്ല അവൻ പ്രസിദ്ധനായ അപ്പോസ്തലനായി തീർന്നത്. ഒറ്റ ദിവസം കൊണ്ടല്ല അവൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയി തീർന്നത്. പൗലോസിന്റെ ചലനം സ്തോത്രം, അതേ ചെറിയ അളവിലായിരുന്നു. റെയ്നാർഡ് ബോങ്കെ എന്ന മഹാനായ ദൈവത്തിന്റെ ദാസൻ പറയും, കുഞ്ഞോളങ്ങളാണ് ഉൾക്കടലിൽ ഉണ്ടാകുന്നത്. കുഞ്ഞോളങ്ങൾ ഉൾക്കടലിൽ ഉണ്ടായി അത് കരയിലേക്ക് നീങ്ങും തോറും അതിന്റെ ഉയരം വർദ്ധിക്കുന്നു, അതിന്റെ വേഗത വർദ്ധിക്കുന്നു, അതിന്റെ തീവ്രത വർദ്ധിക്കുന്നു, അവന്റെ മൊമെന്റം വർദ്ധിക്കുന്നു. ചെറുതായിട്ടായിരിക്കാം, അല്പകാര്യങ്ങളിലായിട്ടായിരിക്കാം പലതും ദൈവം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. കുഞ്ഞ് പ്രയർ ഗ്രൂപ്പ്, ചെറിയ ചലനങ്ങള്, ചെറിയ പ്രാർത്ഥന കൂട്ടങ്ങള്, എന്നാൽ ചെറുതായിട്ടാണ് പലതും ദൈവം തുടങ്ങുന്നത്. എന്നാൽ നാളുകൾ കഴിയും തോറും നിന്റെ ആത്മാവിന്റെ ജ്വലനം വർദ്ധിക്കുകയാണ്, വെളിപ്പാടിന്റെ ആഴം കൂടുകയാണ്, പ്രവചനത്തിന്റെ അതേ സ്തോത്രം അനുഭവങ്ങൾ വർദ്ധിക്കുകയാണ്. നീ അറിയുന്നില്ലെങ്കിലും ഒരു വർധനവ് നിന്റെ ഉള്ളിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നു. കുഞ്ഞോളങ്ങളായി ആരംഭിച്ചതായ ആ സ്തോത്രം ചെറിയ തിരമാല, ചെറിയ ഓളം കുറ്റം തിരമാലയായി കരയിലേക്ക് അഞ്ഞടിച്ചു കയറുന്നത് പോലെ ആ ദമസ്കോസിന്റെ പടിവാതിൽ ആരംഭിച്ചതായ ചലനം സ്തോത്രം ഒരു വിശ്വാസിയായി തുടർന്ന്
ഒരു സുവിശേഷകനായി വെളിപ്പെട്ട് പൗലോസിന്റെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഒരു വിശ്വാസിയായി സ്തോത്രം, അതെ, തുടർന്ന് ഒരു സുവിശേഷകനായി വെളിപ്പെട്ട് അന്ത്യോക്യ സഭയിലെ പാസ്റ്ററായി സ്തോത്രം മാനിക്കപ്പെട്ട് പ്രവാചകന്മാരുടെ ഇടയിൽ ശൗലിന്റെ പേരിനെ എഴുതി തീർത്ത് സുവിശേഷം പറവാൻ ഒരു സുവിശേഷകനായി ഫൈനലി ഞാനും അപ്പോസ്തലനല്ലയോ എന്ന് ചോദിക്കത്തക്ക ക്രമത്തിൽ താൻ ഉയർന്നത് മേൽക്ക് മേൽ താൻ ശക്തിപ്പെട്ടത് കൊണ്ടാണ്. വിളിയുള്ള സകല എണ്ണത്തിനെയും നോക്കി ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, മക്കളെ വാ, ഇത് കൊറോണ കാലമല്ല, ഇത് കർത്താവിൻ ചലനത്തിൻ കാലമാണ്. കർത്താവിൻ ചലനത്തിന്റെ കാലത്തിൽ നിന്റെ ഉയർന്ന മേഖലയിലേക്ക് അപ്പച്ചൻ നിന്നെ വിളിക്കുകയാണ്. വിശ്വാസത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, അതേ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്. എസെക്കിയേൽ കാണുന്നു ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒരു നദി ഇതാ പുറപ്പെടുന്നു. ആ നദി പുറപ്പെടുന്നു. എല്ലാവർക്കും അറിയാം, എസെക്കിയേൽ 47 ഒരു നദി പുറപ്പെടുന്നു. പക്ഷെ പ്രവാചകൻ പറയുന്നു, സ്തോത്രം സുരേഷ്, ഇത് സാധാ നദിയല്ല, ഇത് ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്കുള്ള പരിപാടിയാ. ഓ, ഇത് ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്കുള്ള പരിപാടിയാ. അപ്പച്ചനുമായിട്ടുള്ള ചലനത്തിൽ ജീവിച്ചാൽ എന്നും ഒരേ അന്യഭാഷ അല്ലെന്ന്, എന്നും ഒരേ സ്തോത്രം താളമല്ലെന്ന്, പകരം ദൈവകൃപയാൽ കർത്താവിന്റെ ചലനത്തിൽ ജീവിക്കുമ്പോൾ ആദ്യം നരിയാണിയിലായിരിക്കും തുടങ്ങുന്നത്. എത്ര പേർ ആമേൻ പറയുന്നു? പിന്നെ അത് മുട്ടളവ് ആയിത്തീര്. നിർത്തല്ല, പലരും സെറ്റിൽ ചെയ്തു, പക്ഷെ നീ നിർത്തല്ല. എന്നാൽ പിന്നത്തേതിൽ അരയോളമായി തീരുന്നു. Then finally come on, നീന്താൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ആഴമായ ചില വെളിപ്പാടുകൾ എന്റെ ദൈവത്തിന് ചിലരെ ഏൽപ്പിപ്പാനുണ്ട്. ആഴമായ ചില അനുഭവങ്ങളിലേക്ക് തമ്പുരാൻ ചിലരെ കൊണ്ടുപോകുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം സഭായം കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു, സ്തോത്രം, ആത്മാവിൽ എറിയപ്പെട്ടു, മണിക്കൂറോളം സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ് ആ റൂമിൽ കിടന്നിട്ടാണ് എഴുന്നേറ്റത്. കമാൻ, ഇന്ന് പകൽ ഒരു ഗ്ലോറി ഹാബിറ്റേഷൻ പറവാനാണ് എനിക്ക് നിയോഗം. ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ എന്തും സംഭവിക്കാം. പഴയ പാട്ടും പഴയ പരിപാടിയുമല്ല, എന്റെ ദൈവം സ്തോത്രം അനുഭവങ്ങളുടെ കലവറയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആഴങ്ങൾ തുറക്കപ്പെടട്ടെ. ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക്, ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക്. തീർന്നില്ല. യോഹന്നാൻ 3 തിരുവചനം പറയുന്നു, ആത്മാവിൽ ജനിച്ചവൻ കാറ്റാണല്ലോ. ഇത് നിന്നെ തൊലയ്ക്കുന്ന കാറ്റല്ല, പരിശുദ്ധ ആത്മാവിന്റെ കാറ്റ്. ഇയ്യോബിന്റെ പുസ്തകം 38:1 പറയുന്നു, ഇത് നിന്നെ ഉയർത്തുന്ന കാറ്റാണ്. ഉയർത്തുന്ന കാറ്റ്, അതിനർത്ഥം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്. ദൈവത്തിന്റെ ചലന എനിക്ക് പറവാനുള്ളത്. ദൈവത്തിന്റെ ചലനത്തിൽ ഇറങ്ങി നിന്നാൽ വിശ്വാസത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക്. തീർന്നില്ല. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്. ഫാദർ, ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ സകല ഭവനങ്ങളിലും വ്യക്തികളിലും ഇന്ന് പകൽ അങ്ങയുടെ കാറ്റ് വീശുമാറാകട്ടെ. അങ്ങയുടെ കാറ്റ് വീശുമാറാകട്ടെ. ഈ ലോകത്തിന്റെ കാറ്റിൽ തകർന്നു കിടക്കുന്ന സകല 2021 യോബുമാരും ഉയർത്തപ്പെടുന്നത് നാട്ടുകാരൊന്ന് കാണട്ടെ. അതിനുവേണ്ടി അങ്ങയുടെ കാറ്റ് സ്തോത്രം വീശുമാറാകട്ടെ. സ്തോത്രം. എന്നാൽ കാറ്റും നദിയും സ്തോത്രം ബലവും ശക്തിയും കൃപയും വിശ്വാസവും അല്ലല്ലോ നമ്മുടെ വിഷയം. പകരം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ദൈവത്തിന്റെ ചലനത്തിൽ വെളിപ്പെടുന്ന 7ാമത്തെ കാര്യമാണ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 18 വാക്യം, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. വൺ മോർ ടൈം, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. സ്തോത്രം.
സ്തോത്രം. മഹത്വത്തിന് ദൈവത്തിന്റെ സാന്നിധ്യമാണല്ലോ ദൈവത്തിന്റെ മഹത്വം. ആ മഹത്വത്തിന് there is different degrees and measures. മഹത്വത്തിന് പല അളവുകൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. 30 ലക്ഷം ജനം രാവിലെ മന്ന തിന്നുന്നു, ഉച്ചയ്ക്ക് കാടപ്പക്ഷി തിന്നുന്നു. അവരും ജീവിച്ചത് മഹത്വത്തിന് കീഴിലാണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി സ്തംഭം. പക്ഷേ ആ 30 ലക്ഷം ജനത്തിൽ നിന്ന് ഒരു 70 പേരെ അവൻ തിരഞ്ഞെടുത്തിരുന്നു. ആ 70 പേരെ തിരഞ്ഞെടുത്ത് ആ 70 പേർ പ്രവചിച്ചു. 68 പേർ കൂടാരത്തിൽ വന്ന് പ്രവചിച്ചു. എത്ര പാസ്റ്റേഴ്സ് പറഞ്ഞാലും അനുസരിക്കാത്ത 2 കാണുമല്ലോ. സ്തോത്രം. അവർ വീട്ടിലിരുന്നും പ്രവചിച്ചു. സ്തോത്രം. അങ്ങനെ ആ 70 പേർ പ്രവചിച്ചു. കാടപ്പക്ഷിയുടെയും മന്നയുടെയും മഹത്വം അല്ല ഈ പ്രവചിച്ച 70 പേർക്ക് ഉള്ളതായ മഹത്വം. അടുത്തിരിക്കുന്നത് നോക്കി ദയനീയമായി നോക്കല്ലേ, സന്തോഷത്തോടെ നോക്കി പറ, നമ്മുടെ മഹത്വം വർദ്ധിക്കണം. പറ, നമ്മുടെ മഹത്വം വർദ്ധിക്കണം. കാടപ്പക്ഷിയും മന്നയും എന്ത് കിട്ടും എന്ന് പറയുന്നതല്ല മഹത്വം. പകരം ദൈവത്തിന് കൃപയാൽ എന്ത് പ്രാപിക്കാം എന്ന് പറയുന്ന മറ്റൊരു മഹത്വം. 12 ഗോത്രപിതാക്കന്മാരുടെ മഹത്വം വേറൊരു ലെവലായിരുന്നു. 12 ഗോത്രപിതാക്കന്മാർ മോശയോടൊപ്പം ഹോരേബ് പർവ്വതത്തിലേക്ക്, എന്റെ മറ്റൊരു പേരാണ് സിനായ് മല. ആ 12 ഗോത്രപിതാക്കന്മാർ മോശയോടൊപ്പം സ്തോത്രം ആ മല കയറിയപ്പോൾ അവർക്ക് യഹോവയായ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. മീൻസ് ആ ഗോത്രപിതാക്കന്മാരുടെ മഹത്വത്തിന്റെ ലെവല് ഈ 70 പേരുടെ ലെവൽ അല്ല. ഇന്ന് പകൽക്കാല കഥ കേട്ട് ഇരിക്കരുത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽ മുതൽ നിങ്ങൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി, നീ യെസ് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, നിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. 30 ലക്ഷം സ്തോത്രം. പിന്നെ വന്നിട്ട് 70 പേര്, അത് കഴിഞ്ഞിട്ട് 12 പേര്. എന്നാൽ വേറെ ഒരുവനുണ്ട് മഹത്വത്തിന്റെ ഉത്തുംഗത്തിൽ, മഹത്വത്തിന്റെ എവറസ്റ്റിൽ കയറിയവൻ. 40 ദിവസം പുള്ളിക്ക് ഒരു ഉപവാസം, 40 ദിവസം മറ്റൊരു ഉപവാസം, 80 ദിവസം, അതെ 80 ദിവസം മഹത്വത്തിൽ അവൻ ചിലവഴിച്ച് അവൻ ഇതാ മടങ്ങി വരികയാണ്. ഐ ഗ്യാരണ്ടി യു, എത്ര നേരം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുമോ അത്രത്തോളം നിങ്ങളുടെ മഹത്വം വർദ്ധിക്കും. എത്രത്തോളം ടിവിയുടെ മുമ്പിൽ എന്നല്ല, ന്യൂസ് പേപ്പർ എന്നല്ല ഞാൻ പറഞ്ഞത്, പകരം സ്തോത്രം അതെ എത്രത്തോളം ദൈവത്തിന് മുൻപിൽ നീ സമയം ചിലവഴിക്കുമോ അത്രത്തോളം നിന്റെ മഹത്വം വർദ്ധിക്കും. അതുകൊണ്ടാണ് മോശ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സ്തോത്രം അവൻ ഇറങ്ങി വന്നപ്പോൾ വേറെ ആർക്കുമില്ലാത്തതായ മഹത്വം മോശയിലൂടെ പബ്ലിക്കലി ജനം കണ്ടത്. മോശ നോട്ടീസ് അടിച്ചില്ല, ഐ കെയിം ഫ്രം ദ പ്രസൻസ് ഓഫ് ഗാഡ്, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാണ് വരുന്നതെന്ന് മോശ നോട്ടീസ് കൊടുക്കേണ്ടി വന്നില്ല. മോശ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നില്ല. ഞാൻ സ്തോത്രം 7 ദിവസം ഉപവാസമായിരുന്നു, 21 ദിവസം ഇരിക്കുകയായിരുന്നു, 40 ദിവസം കിടക്കുകയായിരുന്നു എന്ന് മോശ പറയേണ്ടി വന്നില്ല. ഓ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ഞാൻ പറയട്ടെ, അഡ്വർടൈസ്മെന്റിനെ കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട്, അഡ്വർടൈസ്മെന്റിനെ കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട് മാനിഫെസ്റ്റേഷനെ ദൈവം പുറത്തെടുക്കുന്ന തലമുറയിലാണ് നിങ്ങൾ ഞാനും ജീവിക്കുന്നത്. സ്തോത്രം. അതെ, നിന്നെ കാണുമ്പോൾ തന്നെ പിശാച് പറയട്ടെ, മനുഷ്യൻ പറയട്ടെ, ഈ മനുഷ്യൻ വന്നത് സെമിനാരിയിൽ നിന്നല്ല, ഈ മനുഷ്യൻ വന്നത് ലൈബ്രറിയിൽ നിന്നല്ല, ഈ മനുഷ്യൻ വന്നത് ഗൂഗിളിൽ നിന്നല്ല. He was in the presence of God. അവൻ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു, അവൻ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു എന്ന് പറവാൻ നിന്റെ മഹത്വം വർദ്ധിക്കട്ടെ. എത്ര നേരമാണോ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ചെലവഴിക്കുന്നത് അത്രത്തോളം മഹത്വമായിരിക്കും നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നത്. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ ആ കൂടാര പെരുന്നാളിന്റെ ആ പ്രത്യേക സമയത്ത് കർത്താവ് ഒരു മഹത്വ മലയുടെ മണ്ടയ്ക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ന് ഇസ്രായേലിൽ നിങ്ങൾ പോകുമ്പോൾ ഈ പർട്ടിക്കുലർ മലയിൽ പോകണമെങ്കിൽ കേബിൾ കാർ ഉണ്ട്. സ്തോത്രം. അതെ, അല്ലെങ്കിൽ കുറച്ചു ദൂരം സ്തോത്രം അതെ വാഹനങ്ങൾ പോകുമായിരിക്കും. എന്നാൽ ആത്മീയ ജീവിതത്തിൽ കേബിൾ കാർ ഇല്ല. സ്തോത്രം. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ നോ വേ. ആത്മീയ ജീവിതത്തിൽ ആര് ഉയർന്ന മഹത്വ മണ്ഡലത്തിൽ നിൽക്കുന്നു, കയറി നിന്ന് ഒരു സ്വിച്ച് തട്ടുമ്പോൾ പെട്ടെന്ന് പോകുന്നത് പോലെ ഒരു ലിഫ്റ്റുമില്ല, ഒരു കേബിൾ കാറുമില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ശക്തമായി പറഞ്ഞാട്ടെ, വില കൊടുത്തേ പറ്റത്തുള്ളൂ. പറ, വില കൊടുത്തേ പറ്റത്തുള്ളൂ, വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ തലമുറ കേൾക്കട്ടെ, 5 പോയിന്റ് തള്ളുമ്പോൾ 7 പോയിന്റ് കിട്ടുമ്പോൾ 9 പോയിന്റ് പറയുമ്പോൾ നടക്കത്തില്ല മക്കളെ. ജീവിതത്തിൽ വില കൊടുത്തേ പറ്റത്തുള്ളൂ. മഹത്വം ചുമക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന് മഹത്വം ചുമക്കാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ വില കൊടുത്താൽ മാത്രമേ ഈ മലയുടെ മണ്ടയ്ക്ക് നിനക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ.
16-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ് 17-ാം അധ്യായം എന്ന് ഞാൻ പറഞ്ഞല്ലോ. 16-ാം അധ്യായത്തിൽ ആ താഴ്വരയിൽ ഒരു വെളിപ്പാടിന്റെ ശബ്ദം കേട്ടു. നത്തിങ് റോങ്. ആ താഴ്വരയിൽ ഒരു സ്തോത്രം ശബ്ദം കേട്ടു. നാട്ടുകാർ പറയുന്നത് പോലെയല്ല. സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. താഴ്വരയിൽ കേട്ടതായ വെളിപ്പാടിന്റെ ശബ്ദം, ജീവിതത്തിന്റെ താഴ്വരയിൽ കേട്ടതായ ശബ്ദം. വിടുതലുണ്ട്, മഹത്വമുണ്ട്, ശുശ്രൂഷയുണ്ട്, സുവിശേഷീകരണമുണ്ട്. ഓ ഹല്ലേലൂയ എക്സെട്രാ എക്സെട്രാ. സ്തോത്രം, അതേ താഴ്വരയിൽ കേട്ടത്, താഴ്വരയിൽ കേട്ടത്, താഴ്വരയിൽ കേട്ടത്. സ്തോത്രം, നിന്റെ മുൻപിൽ നീ കാണണമെങ്കിൽ നീ മല കയറിയേ പറ്റത്തുള്ളൂ. വെളിപ്പാടുകൾ പലതും ലഭിക്കുന്നത് താഴ്വരകളാണ്. പക്ഷേ അതേ സമയത്ത് കേൾക്കുന്നതായ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് മലയുടെ മണ്ടയ്ക്കാണ്. സ്തോത്രം, നോക്കണമേ. അതുകൊണ്ട് ആ താഴ്വരയിൽ കേട്ടത് താൻ ആരെന്ന് സ്തോത്രം പത്രോസ് പറഞ്ഞല്ലോ. താൻ ആരെന്ന് പറഞ്ഞല്ലോ. ഈ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. സ്തോത്രം, അതെ, പറഞ്ഞത് കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. സ്തോത്രം, അതെ. അതുകൊണ്ട് അവൻ സ്തോത്രം ബാക്കിയുള്ള ജനത്തിൽ നിന്ന് ഇവരെ വിളിച്ചു, ഈ 3 പേരെ വിളിച്ചു. ഞാൻ വളരെ സ്പഷ്ടമായി പറയട്ടെ, നിന്റെ പഴയ ഫ്രണ്ട്സിൽ നിന്ന് കേൾക്ക്, നിന്റെ റിലേറ്റീവ്സിൽ നിന്ന് അവൻ നിന്നെ വിളിച്ചു മാറ്റുമ്പോൾ മനസ്സിലാക്കണം, അവർക്കില്ലാത്ത എന്തോ ഒന്ന് ദൈവത്തിന് നിന്നെ ഏൽപ്പിപ്പാനുണ്ട്. അതിനു വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചു മാറ്റുന്നത്. പകൽക്കാലം അധികം ശബ്ദമിട്ട് ഷൗട്ട് ചെയ്യേണ്ട ഒരു പ്രസൻസിലല്ല, ഒരു ലെവൽ ഓഫ് അനോയിന്റിങ്ങിലല്ല ഈ ദൂത്, ഈ ചാല് ദൈവകൃപയാൽ കീറുന്നത്. മനസ്സിലാക്ക്. സ്തോത്രം, ഒരു അൺകോമൺ അനോയിന്റിങ്ങിന് വേണ്ടി, ഒരു അൺകോമൺ മിനിസ്ട്രിക്ക് വേണ്ടി, ഒരു അൺകോമൺ പ്രസൻസിന് വേണ്ടി ഇന്ന് പകൽ ആരെയോ തമ്പുരാൻ വിളിക്കുകയാണ്. ഒരു കോമൺ ആയിട്ടുള്ള ആരും ഇന്ന് പകൽ കേൾക്കരുത്. ഞാനിത് സ്തോത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്റെ ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, ഇത് ഏതോ ശിപായിമാരുടെ മീറ്റിംഗ് ആകല്ലേ, ഇത് കിങ്ഡം ജനറൽസിന്റെ ഒരു യോഗമായി ദൈവകൃപയാൽ തീരുമാറാകട്ടെ. ഈ മറ്റുള്ളവരിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ച് വേർതിരിക്കും. മറ്റുള്ളവരുടെ ഇടയിൽ കിടക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുമ്പോൾ മനസ്സിലാക്കണം, അവർക്ക് കൊടുപ്പാൻ കഴിയാത്ത എന്തോ ഒന്ന് തമ്പുരാൻ നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. താഴെ നിൽക്കുന്ന ജനത്തിന് അപ്പം മതി, അത്ഭുതം മതി. എന്നാൽ ജനത്തിനില്ലാത്ത അപ്പവും അത്ഭുതവും സ്തോത്രം അതേ തമ്പുരാൻ നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. ജനത്തിന് അനുഗ്രഹം മതി, ജനത്തിന് സൗഖ്യം മതി. എന്നാൽ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് സൗഖ്യം കൊടുക്കുന്നവനാണ്, അവൻ വിടുതൽ കൊടുക്കുന്നവനാണ്, അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. പക്ഷേ പലരും അത്ഭുതത്തിൽ സെറ്റിൽ ചെയ്തപ്പോൾ, പലരും വിടുതലിൽ സെറ്റിൽ ചെയ്തപ്പോൾ, പലരും അനുഗ്രഹം പ്രാപിച്ച് സെറ്റിൽ ചെയ്തപ്പോൾ ഇന്ന് പകൽക്കാലം ചിലർ പറയുന്നു, നോ, എനിക്ക് അനുഗ്രഹമല്ല വേണ്ടിയത്, എനിക്ക് അനുഗ്രഹിക്കുന്നവനെയാണ് വേണ്ടിയത്. എനിക്ക് സൗഖ്യത്തെ അല്ല വേണ്ടിയത്, എനിക്ക് സൗഖ്യത്തിന്റെ ഉടമസ്ഥനെയാണ് വേണ്ടിയത്. സ്തോത്രം, അതേ അൺകോമണായി മറ്റുള്ളവർക്കില്ലാത്തത് കൊടുപ്പാൻ അവൻ സ്തോത്രം ഇവരെ വിളിച്ചു വേർതിരിക്കുന്നു. 12 പേർ, ആ 12 പേർ കരിസ്മാറ്റിക് പവറിൽ കടന്നുപോയി, ദൈവശക്തിയിൽ പോയി ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്. അവർ രോഗികളെ സൗഖ്യമാക്കിയവരാണ്. പലരും ശുശ്രൂഷയിൽ സെറ്റിൽ ചെയ്തു, പലരും അത്ഭുതങ്ങളിൽ സെറ്റിൽ ചെയ്തു. എന്നാൽ ഇന്ന് പകൽക്കാലം ശുശ്രൂഷ ഉണ്ട്, പ്രവചിക്കാൻ കഴിയും, പറഞ്ഞ ഭൂതം പോകും, കൈവച്ചാൽ രോഗം മാറും. പക്ഷേ അതിൽ സെറ്റിൽ ചെയ്യാതെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദാഹമുള്ള ഹൃദയത്തോടെ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ദൂതാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഹല്ലേലൂയ. പലരും പ്രസംഗം കൊണ്ട് അവസാനിച്ചു, പലരുടെ ആത്മീയം വെളിപ്പാട് കൊണ്ട് തീർന്നുപോയി, പലരും അനുഗ്രഹത്തിൽ തീർന്നുപോയി. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ഞാൻ പറയട്ടെ, അതേ ഒന്നിൽ നീ സെറ്റിൽ ചെയ്യല്, പകരം ഇനിയുമുണ്ട്, മുന്നോട്ട് പോയാട്ടെ. 12 പേരിൽ 9 പേരെ അവൻ മാറ്റി, പുരുഷാരത്തിൽ മാറ്റി. 3 പേരെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു, പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ, പത്രോസേ, യാക്കോബേ, യോഹന്നാനെ വാ. പത്രോസേ, യാക്കോബേ, യോഹന്നാനെ വാ.
നമുക്ക് ഈ മല കയറാം. അടുത്തിരിക്കുന്നവർ നോക്കി ആ ടൈറ്റിൽ ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, നമുക്ക് ഈ മല കയറണം. പറഞ്ഞേ, നമുക്ക് ഈ മല കയറാം. സ്തോത്രം. അവർക്കില്ലാത്ത എന്തോ ദൈവത്തിനും നിന്നിൽ പകരാനുള്ളത് കൊണ്ട് വാ, നമുക്ക് ഈ മല കയറാം. ഇസ്രായേലിൽ പല മലകളുണ്ട്. യെരൂശലേമിൽ തന്നെ 7 മലകളാൽ ചുറ്റപ്പെട്ടതായ പട്ടണമാണ് ഈ യെരൂശലേം. എന്നാൽ ഇസ്രായേലിലെ മറ്റ് ഏത് മലകളെക്കാൾ ഏറ്റവും ഉയർന്ന മലയാണ് സ്തോത്രം ഈ മല. അതിന് 9200 അടി ഉയരമാണ് ഈ മലയ്ക്ക് ഉള്ളത്. സമുദ്ര നിരപ്പിൽ നിന്ന് 9200 അടി ഉയരമാണ് ഉള്ളത്. മെട്രിക് യൂണിറ്റ് ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ 2814 മീറ്ററാണ് ഈ മലയ്ക്ക് ഉയരമുള്ളത്. 2 കിലോമീറ്ററും 800 മീറ്ററും ഉയരമുള്ള മല. ചിന്തിക്ക്, 2 കിലോമീറ്ററും 800 മീറ്ററും ഉയരമുള്ളതായ മല. അതപ്പുറത്തുള്ളതായ മൂക്കുന്നി മല പോലെ എളുപ്പം കയറാൻ പറ്റത്തില്ല. ദിവസങ്ങൾ എടുത്താലേ കയറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതെ, ഇത്ര വലിയ ഈ മലയിലാണ് തമ്പുരാൻ വിളിച്ച് ഇവരെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അപൂർവം 1, 2, 3 പ്രാവശ്യം ആ മലയുടെ മുകളിലൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ള തൊപ്പി വെച്ചതുപോലെ അതിന് മുകളിൽ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കും. സ്തോത്രം. അത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. സമ്മർ സീസണിലും ഏത് ഉഷ്ണ കാലാവസ്ഥയിലും അതിന് മുകളിൽ എന്തുണ്ട്? അതിന് മുകളിൽ മഞ്ഞ് ഉണ്ട്. പലരും കൊറോണ കണ്ടപ്പോൾ മഞ്ഞ് പോയി മൊട്ടക്കുന്ന് ആയിപ്പോയി. എന്നാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ പ്രസൻസിൽ ജീവിക്കുന്നവൻ പറയും, നോ 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 നോ, ഏത് സീസണിലും എന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേക സാന്നിധ്യം ഉണ്ട്. ഇവൻസ് ബ്രദർ, സ്തോത്രം. അതേ സങ്കീർത്തനത്തിൽ വായിച്ചു. സ്തോത്രം. അതേ ഹാർമോണിയം മഞ്ഞു പോലെ. വിന്ററിന്റെ കാലമാണെങ്കിൽ, തണുപ്പ് കാലമാണെങ്കിൽ പറയേണ്ട കാര്യവുമില്ല. ഏത് സമ്മർ സീസണിലും വിന്റർ സീസണിലും അതിന്റെ മുകളിൽ സ്തോത്രം മഞ്ഞിങ്ങനെ വീണ് കിടക്കും. കാരണം സ്തോത്രം അതിന്റെ ഹൈറ്റ് അത്രയാണ്, 2814 മീറ്റർ. അതായത് സ്തോത്രം 9200 അടി ഉയരമുള്ളതായ ഒരു വലിയ മല. മല കയറാം, കഠിനമായ മല കയറ്റാം. അത് ഈസി അല്ല, മറ്റു മലകൾ പോലെ ഈസി അല്ല. പക്ഷെ വാ, നമുക്ക് മല കയറാം. ഈസി അല്ലാത്ത ജീവിതത്തിലൂടെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈസി അല്ലാത്ത മല കയറ്റം കയറി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ ഭാവിയോർത്ത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഏതോ ഒരു അൺകോമൺ ഗ്ലോറിക്ക് വേണ്ടി നീ പോലും അറിയാതെ തമ്പുരാൻ നിന്റെ ജീവിതത്തെ ഇതാ ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്നു. വിശ്വസിക്കുന്ന 2 കരങ്ങളി അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, അൺകോമൺ ഗ്ലോറി, അൺകോമൺ ബ്ലെസ്സിംഗ്. സ്തോത്രം. അസാധാരണമായ മഹത്വം, അസാധാരണമായ അനുഗ്രഹം, അസാധാരണമായത് എന്ന് പറഞ്ഞാൽ നിന്റെ ബന്ധുക്കൾക്കില്ലാത്ത, നിന്റെ ക്ലാസ്സിൽ പഠിച്ച മറ്റുള്ളവർക്കില്ലാത്ത, നിന്റെ മത്സരികൾക്കില്ലാത്ത, നിന്റെ അസൂയക്കാർക്ക് ഇല്ലാത്ത എന്തോ ഒന്ന് എന്റെ ദൈവത്തിന് നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ മക്കളെ മേൽ, നിന്റെ മേൽ എന്റെ ദൈവത്തിന് പകരുവാനുണ്ട്. വരിക, വരിക, അത് പ്രാപിപ്പാൻ നമുക്ക് ഈ മല കയറാം. സ്തോത്രം. കണ്ട എല്ലാവരെയും കൊണ്ടല്ല കർത്താവ് സ്തോത്രം മല കയറാം എന്ന് പറഞ്ഞ് ആ മല കയറിയത്. തമ്പുരാൻ നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. നല്ല കർത്താവ്. സ്തോത്രം. ആരോ ഇറങ്ങിയിരുന്നവർ കണ്ണു തുറന്നോ? നിർത്തേണ്ടവനെ കർത്താവ് നിർത്തേണ്ടടുത്ത് നിർത്തി. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നമ്മളെ കാര്യ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞേ. സ്തോത്രം. അവൻ നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. ഒരിക്കൽ കൂടെ, നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കല്ലേ, എല്ലാവരെയും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സ്തോത്രം തോളിൽ കൈയിടല്ലേ. സ്തോത്രം. യൂദയും കൊണ്ട് കർത്താവ് മല കയറിയതെങ്കിൽ അന്നേ ദിവസം തന്നെ കർത്താവിന്റെ ഹത്ത ഹോഗയ നടന്നേനെ. എന്നാൽ നിർത്തേണ്ടവനെ തമ്പുരാൻ നിർത്തേണ്ടടുത്ത് നിർത്തി. സ്തോത്രം. അതെ, പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ മാത്രം കൊണ്ട് അവൻ മല കയറി. ഞാൻ നിന്നെ നോക്കി പറയട്ടെ, ഈ ദൂത് കഴിയുമ്പോ ചില ഫ്രണ്ട്സ് നിനക്ക് നഷ്ടപ്പെട്ടാൽ എന്നെ കുറ്റം പറയല്. ഞാൻ ഈ ടെലഗ്രാം
തരാൻ വേണ്ടിയ മാത്രമാ നിന്നുകൊണ്ട് ഇരിക്കുന്നത്. ചില സ്തോത്രം അതെ ഫ്രണ്ട്സ് നിന്നിൽ നിന്ന് വിട്ടുമാറ്. ചില ബന്ധുക്കൾ നിന്നെ വിളിക്കുന്നത് കുറയും. ചിലർ ഈ സൂത്രത്തിൽ നിന്നോട് തൂങ്ങിക്കിടക്കുന്നതുണ്ടല്ലോ, ആ പരിപാടി നിൽക്കും. അപ്പം മനസ്സിലാക്കണം, ഇത് പ്രാസംഗിന്റെ ദൂതല്ല, നിന്റെ ഉടമസ്ഥന്റെ സന്ദേശമാണ്. ഈ 25-ാം തീയതി തുറന്ന സ്വർഗത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് അവൻ പകരുന്നത്. ആ ജനത്തിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് ബാക്കിയുള്ളവരെല്ലാവരും കാറ്റ് കൊണ്ടോ റിലാക്സ് ആയിക്കോ, തിങ്കൾ മുതൽ ശനി വരെ ഒരു കുഴപ്പമില്ല, റിലാക്സ് ആയിരുന്നാട്ടെ. പക്ഷേ നിന്റെ വിളി അതല്ല മക്കളെ. പത്രോസേ, ഈ യാക്കോബേ, യോഹന്നാനെ, നിന്റെ സെലക്ഷൻ വ്യത്യസ്തമാണ്, നിന്റെ ശുശ്രൂഷ വ്യത്യസ്തമാണ്, നിന്റെ ദൂത് വ്യത്യസ്തമാണ്, നിന്റെ ലൈഫ് വ്യത്യസ്തമാണ്. ഇത് നാടകമല്ല, ഇത് ജീവിതമാണ്. ഇത് നാടകമല്ല, ഇത് പ്രാസംഗം, ഇത് പ്ലാറ്റ്ഫോം കാണുമ്പോൾ വരുന്ന രോമാഞ്ചമല്ല, ഇത് മൈക്ക് എടുക്കുമ്പോൾ മാത്രം ശബ്ദമിടുന്ന പരിപാടിയല്ല, ഇത് ലൈഫാണ്, ഇത് ലൈഫാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, വാ, അവരെ തിരിഞ്ഞു നോക്കാതെ വാ, നമുക്ക് ഈ മല കയറാം. ഞാൻ ചോദിച്ചു, കർത്താവേ സ്തോത്രം, എന്തുകൊണ്ടാണ് ഈ 3 പേരെ മാത്രം നീ വിളിച്ചത്? അൺകോമൺ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഈ 3 പേരെ വിളിച്ചെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ്? പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. സ്തോത്രം അതെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. നിങ്ങൾ തുടർന്ന് സുവിശേഷ ഭാഗത്തിൽ 12 അപ്പോസ്തലന്മാരെ നിങ്ങൾക്ക് വായിച്ചു വരുവാൻ കൊണ്ട് കഴിയും. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അന്ത്രയോസിനെ കുറിച്ചോ ബർത്തിമായിയെ കുറിച്ചോ അല്ലെങ്കിൽ സ്തോത്രം മറ്റ് അപ്പോസ്തലന്മാരെ കുറിച്ചോ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. ബിലീവ് മീ, വായിച്ചു നോക്ക. അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ 3 പേരുടെ പേര് മാത്രമേ നിങ്ങൾക്ക് വായിക്കാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ളവരുണ്ടായിരുന്നു, കൊറോണ കാലത്ത് എങ്ങാണ്ടുണ്ട്. പക്ഷെ യേശുവിന്റെ നാമത്തിൽ അടുത്ത ദൈവത്തിന്റെ ചലനത്തിൽ പേരുണ്ടായിരുന്നത് ചേർന്ന് ചലിച്ചവന്മാർക്ക് മാത്രമേ അടുത്ത ചലനത്തിൽ ചേർന്ന് നിൽപ്പാൻ കഴിഞ്ഞുള്ളൂ. മനസ്സിലായി? രാമേൻ പറഞ്ഞാട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ ആത്മാവ് ചലിച്ചപ്പോൾ കമാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ചലിച്ചപ്പോൾ ഇവരെ 3 പേരുടെ പേരാണ് പർട്ടിക്കുലറായി കർത്താവ് സ്തോത്രം അത് എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു വാണിംഗ് ഞാൻ നൽകട്ടെ. അടുത്ത ചലനം സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോകല്ല. അടുത്തൊരു ചലനമുണ്ട്. ഇന്ത്യൻ സഭയ്ക്ക് അടുത്തൊരു ചലനമുണ്ട്. വേൾഡ് വൈഡ് അടുത്തൊരു ചലനമുണ്ട്. ആ ചലനം നീയും ഞാനും നഷ്ടപ്പെടുത്തരുത്. അടുത്ത ചലനത്തിന് ചലിപ്പാൻ ഇന്ന് പകൽ മുതലേ ദൈവത്തിന്റെ കൃപയാൽ ചലിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ നാമത്തിൽ അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ചേർന്ന് ചലിച്ചാട്ടെ. പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ നമുക്ക് പോകാം. പക്ഷേ യേശുവിന്റെ നാമത്തിൽ ഈ അന്ത്യകാലത്ത് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത് വീട്ടിലല്ല ജീവിക്കുന്നത്, പകരം ദൈവത്തിന്റെ ചലനത്തിലാണ് ജീവിക്കുന്നത്. എത്ര പേരാമൻ പറയും? വീട്ടിലല്ല ജീവിക്കുന്നത്. ശുശ്രൂഷകന്മാരെ സ്തോത്രം, ദൈവത്തിന്റെ ചലനത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു 3 പേരെ പ്രത്യേകത എന്താണ്? നമ്പർ 1, പീറ്റർ. പത്രോസ് എന്ന് പറയുന്നവൻ ഉഴപ്പനല്ല, അവൻ സ്തോത്രം അതേ പ്രവർത്തിക്കുന്നവനാണ്. എഴുതിയെടുക്ക, അവൻ പ്രവർത്തിക്കുന്നവനാണ്. 4 സുവിശേഷത്തെ നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ എവിടെ നിങ്ങൾ നോക്കുമ്പോഴും പീറ്റർ എന്ന് എവിടെ എഴുതിയിരിക്കുന്നു, പത്രോസ് എന്ന് എവിടെ എഴുതിയിരിക്കുന്നു, അവിടെ ഒരു വെർബ്, അവിടെ ഒരു ക്രിയാപദം നിങ്ങൾക്ക് കാണും. പത്രോസ് വല നന്നാക്കിയായിരുന്നു, അല്ലെങ്കിൽ പത്രോസ് പടക തള്ളുകയായിരുന്നു, ഇല്ലെങ്കിൽ പത്രോസ് സംസാരിക്കുകയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം വേണ്ടാധീനമായിരുന്നു. പക്ഷെ എന്നാലും there will be something he was doing connected with the Lord. കർത്താവുമായി എന്തെങ്കിലും ചെയ്യുന്നവനായിരുന്നു, പ്രവർത്തിക്കുന്നവനായിരുന്നു പത്രോസ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നവനായിരിക്കെ. അർത്ഥം പഠിക്കേണ്ടവർ പഠിക്കുന്നവരായിരിക്കെ, അധ്വാനിക്കുന്നവരായിരിക്കെ, പ്രവർത്തിക്കുന്നവനായിരിക്കെ. എന്റെ കർത്താവ് ചുമ്മാ ഇരിക്കുന്നവനല്ല, പകരം കർത്താവ് പ്രവർത്തിക്കുന്നവനാണ്. നമുക്ക് പലർക്കും പറ്റുന്നതായ കാര്യം, എന്റെ കാര്യമല്ല, പലർക്കും പറ്റുന്ന കാര്യം, അവർ കൂടുതൽ സ്നേഹിക്കുന്നത് ബെഡിനെയും തലയണയുമാണ്. നിന്റെ ആദ്യ സ്നേഹം ബെഡിനും തലയണയ്ക്കുമല്ല കൊടുക്കേണ്ടത്. Get up in Jesus name. സ്തോത്രം. എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവനായിരിക്കെ. ആ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ചെറുക്കന്റെ കാര്യമാണ്, പെണ്ണിന്റെ കാര്യമാണ് തോന്നുന്നെങ്കിൽ പറ, ദൂത് നിനക്കുള്ളതാണ്. പെട്ടെന്ന് പറ, ദൂത് നിനക്കുള്ളതാണ്. നീ സ്നേഹിക്കേണ്ടത് ബെഡിനെയല്ല സ്നേഹിക്കേണ്ടത്, നീ സ്നേഹിക്കേണ്ട തലയണയല്ല സ്നേഹിക്കേണ്ടത്. Come back to the first love. സ്തോത്രം.
എഴുന്നേറ്റ് പ്രവർത്തിക്ക്. അതേ പത്രോസ് പ്രവർത്തിക്കുന്നവനായിരുന്നു. എന്റെ കർത്താവിന് ഉഴപ്പന്മാരെ ഒരിക്കലും അനുഗ്രഹിപ്പാൻ കഴിയത്തില്ല. മടിയ എത്രത്തോളം കിടക്കും, എത്രത്തോളം ഉറങ്ങും. സ്തോത്രം. സദൃശവാക്യം 6:6. ഓ കൂടെ കൂടെ കിടക്ക, കൂടെ കൂടെ ഉറക്കം. സ്തോത്രം. അങ്ങനെയല്ല നീ ആയിരിക്കേണ്ടത്. വേനൽക്കാലത്ത് ഉറുമ്പ് ആഹാരം സ്തോത്രം സംഗ്രഹിച്ചു വെക്കുന്നത് പോലെ, വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്ന ഉറുമ്പിനെ പോലെ, കൊയ്ത്ത് കാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്ന ഉറുമ്പിനെ പോലെ അധ്വാനിക്കുന്നവനായിരിക്കെ. ഈ കാലത്തും ദൈവകൃപയാൽ സകല ഉഴപ്പം പിശാചും അറബിക്കടലിൽ വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ സോംബേരിത്തനവും എന്ന തമിഴാ വന്നത്. സ്തോത്രം. എല്ലാ അലസതയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അധ്വാനിക്കുന്നവനായിരിക്കെ. മല കയറുന്നവർ വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മല കയറുന്നവർ പറ, ഞാൻ മല കയറുന്നവർ. ചേർന്ന് ചലിച്ചാട്ടെ. സ്തോത്രം. ഒരു ഹോളി സെപ്പറേഷൻ ഈ ദിവസങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഉഴപ്പന്മാർ ഈ കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ ശുശ്രൂഷയെ കാണത്തില്ല. ഉഴപ്പന്മാർ സ്തോത്രം ഈ കാലം കഴിഞ്ഞ സഭയിൽ കാണത്തില്ല. പ്രതീക്ഷിക്കുന്ന പലർ കാണുകയില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത പലർ കാണും. പ്രതീക്ഷിക്കാത്ത പലർ ശുശ്രൂഷക്കായി മുൻനിരയിൽ നിൽക്കും. പ്രതീക്ഷിക്കാത്ത പലർ പ്രവചിക്കും. പ്രതീക്ഷിക്കാത്ത പലർ ശുശ്രൂഷ മണ്ഡലത്തിൽ ജ്വലിക്കും. അഡ്രസ് ഇല്ലാത്ത പലർക്ക് ദൈവമായ കർത്താവ് അഡ്രസ് നൽകും. യേശുവിന്റെ നാമത്തിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കുക. നമ്പർ 2, രണ്ടാമത് യാക്കോബ്. എന്താ യാക്കോബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? യാക്കോബ് സ്തോത്രം സഭാ ചരിത്രം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യം രക്തസാക്ഷിയായി തീർന്നവൻ ഈ യാക്കോബാണ്. ഹെരോദാവ് ആദ്യം വാൾ കൊണ്ട് കൊന്നുകളഞ്ഞവൻ ഈ യാക്കോബാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ. സ്തോത്രം. അൺകോമൺ ബ്ലെസ്സിംഗ്. സ്തോത്രം. അതെ, അൺകോമൺ ആയിട്ടുള്ള ഈ അനുഗ്രഹം നീ ഏറ്റെടുക്കണമെങ്കിൽ രണ്ടാമത് നിനക്ക് ആവശ്യം സ്വയത്യാഗമാണ്. സെൽഫ് ഡിനായലാണ്. നിനക്ക് തോന്നുന്നതെല്ലാം നീ നിൽക്കേണ്ടത്. പകരം നീ സെൽഫ് ഡിനായൽ ആയി തീരണം. സ്നാനത്തിന്റെ ദൂത് അതാണ്. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ സ്നാനപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശുവിനോട് കൂടെ മരിച്ച്, യേശുവിനോട് കൂടെ അടക്കപ്പെട്ട്, യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നീയല്ല, നിന്റെ ഈഗോയല്ല, നിന്റെ കാര്യപരിപാടിയല്ല, നിന്റെ പ്രോഗ്രാം, നിന്റെ അജണ്ടയല്ല. പകരം സ്തോത്രം. ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. സെൽഫ് ഡിനായൽ. അനുഗ്രഹിക്കപ്പെട്ട ആരാണെങ്കിലും നിന്റെ സ്വന്തം ഇഷ്ടത്തിലുള്ള കമ്പ്യൂട്ടർ ഗെയിംസിലല്ല നീ ജീവിക്കുന്നത്. നിന്റെ സ്വന്തം ഇഷ്ടത്തിലുള്ള പാട്ടിനല്ല നീ ജീവിക്കുന്നത്. നിന്റെ സ്വന്തം ഇഷ്ടമുള്ള കോമഡി ഷോയിലല്ല നീ ജീവിക്കുന്നത്. അവിടെ ലക്ഷ്യം വലുതാണെങ്കിൽ അവരുടെ ഉദ്യമവും വലുതായിരിക്കും. ഒളിമ്പിക്സ് നടക്കുന്ന ദിവസങ്ങളാണ്. സ്തോത്രം. അഭിനവ് ബിന്ദ്രയെ കുറിച്ച് ഞാൻ വായിച്ചു നോക്കി. 130 കോടി ജനത്തിൽ ഒരുത്തന് മാത്രമാണ് സ്തോത്രം അത് ഗോൾഡ് മെഡൽ കിട്ടിയത്. 130 കോടി ജനത്തിനെ റെപ്രസെന്റ് ചെയ്ത് അഭിനവ് ബിന്ദ്രയ്ക്ക് മാത്രമാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്. അവൻ രാവിലെ എഴുന്നേറ്റ് നാട്ടുകാരെ മുഴുവനല്ല ഷൂട്ട് ചെയ്തത്, നിങ്ങൾക്കറിയാം. സ്തോത്രം. അതേ, ആ ഷൂട്ടർ. സ്തോത്രം. അതേ, ഷൂട്ടർ. അവന് 20 വർഷമാണ് തന്റെ ജീവിതത്തിന്റെ ചെറുപ്രായം മുതലേ 20 വർഷം തന്റെ ലക്ഷ്യമുണ്ടായിരുന്നു. എനിക്ക് ഗോൾഡ് മെഡൽ നേടണം, എനിക്ക് ഇന്ത്യയുടെ പതാക ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഉയർത്തണം, ലോക രാജ്യങ്ങൾക്ക് ഒളിമ്പിക് ദിവസങ്ങളിൽ ദേശീയ ഗാനം കേൾപ്പിക്കണം, ദേശീയ ഗാനം ലോക രാജ്യങ്ങളിൽ എനിക്ക് കേൾപ്പിക്കണം. എനിക്കത് കഴിയും. എന്റെ മുൻപിൽ പോയ പലർക്കും കഴിഞ്ഞില്ല, പക്ഷെ എനിക്കത് കഴിയുമെന്ന് പറഞ്ഞ് 20 വർഷം അവൻ അതിനുവേണ്ടി സ്തോത്രം അധ്വാനിച്ചു. സമയത്തിന് ഉറങ്ങിയില്ല, നേരത്തെ എഴുന്നേറ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, കംഫർട്ട് സോണിൽ ജീവിച്ചില്ല. 20 വർഷം അവൻ അധ്വാനിച്ചത് കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റായി സ്തോത്രം അഭിനവ് ബിന്ദ്ര ആയിത്തീർന്നെങ്കിൽ മനസ്സിലാക്ക്, സെൽഫിലല്ല ജീവിച്ചത്, സെൽഫ് ഡിനായൽ, സ്വയത്യാഗത്തിലാണ് ജീവിച്ചത്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാടെ. ഓ സ്തോത്രം. ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് നോക്കിയാൽ കളിയുള്ള ദിവസങ്ങളല്ല, കളിയില്ലാത്ത ദിവസങ്ങളിലും 3-4 മണിക്കൂർ അവർ
പ്രാക്ടീസ് ചെയ്യുന്ന സ്തോത്രം. അതെ, മെസ്സിയോട് ചോദിച്ചാൽ സ്തോത്രം, അല്ലെങ്കിൽ റൊണാൾഡോയോട് ചോദിച്ചാൽ അവർ പറയും ഏറ്റവും ബെസ്റ്റ് താരങ്ങളായി ഞങ്ങൾ കളിക്കുന്നത്, ഞങ്ങൾ ചലിക്കുമ്പോൾ ലോകം ചലിക്കുന്നത്, ഞങ്ങൾ ഗോൾ അടിക്കുമ്പോൾ സ്റ്റേഡിയം ഇരമ്പുന്നത്, കോടി കണക്കിന് സ്തോത്രം അതെ ഡോളറുകൾ കൊടുത്ത് അല്ലെങ്കിൽ യൂറോ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നത് ചുമ്മാതല്ല. സ്തോത്രം 6-8 മണിക്കൂർ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. ആരും മിണ്ടുന്നില്ലല്ലോ, ഉഴപ്പന്മാരെല്ലാം വീട്ടിൽ പോട്ടെ. സ്തോത്രം 6-8 മണിക്കൂർ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. സ്പോർട്സ് താരങ്ങളാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, ബിസിനസ്സുകാരാകട്ടെ, സ്തോത്രം അതെ സകലനും സ്വയത്യാഗത്തോടെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്തോത്രം അതെ ഏറ്റവും ബെസ്റ്റ് ഒരു സിംഗർ ഇപ്രകാരമാണ് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മോരും അച്ചാറും. മോരും അച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരുടെയെങ്കിലും വായിൽ വെള്ളം മുറിയെങ്കിൽ ഞാൻ സ്തോത്രം ഉത്തരവാദിയല്ല, സഭായോഗമാണ്, വരുവിൻ മല കയറാം. സ്തോത്രം അതെ മോരും അച്ചാറും എനിക്ക് ഭയങ്കര അതെ സ്തോത്രം ഇഷ്ടമുള്ളതാണ്. പക്ഷേ എൻ്റെ അപ്പൻ സ്തോത്രം എൻ്റെ സിംഗിങ് എബിലിറ്റി കണ്ടപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, മക്കളെ നീ വലിയൊരു ഗായകനായി തീര്, നീ ഈ രാജ്യത്തിൽ പല ഭാഷകൾ നീ പാടേണ്ടവനാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ അച്ചാറും നിനക്കുള്ളതല്ല, ഈ മോരും നിനക്കുള്ളതല്ല, എന്നാലേ നിന്റെ ശബ്ദം നിനക്ക് പ്രൊട്ടക്ട് ചെയ്യുവാൻ തൊക്കെ കഴിയത്തുള്ളൂ. അവന് മനസ്സിലായി താൻ ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ എനിക്കൊരു സെൽഫ് ഡിനായൽ ഉണ്ട്. ആ അച്ചാർ എനിക്ക് പാടില്ല, ആ മോർ എനിക്ക് പാടില്ല. സ്തോത്രം അതി ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് അൺകോമൺ ആയിട്ടുള്ള ഒരു ശുശ്രൂഷ, അൺകോമൺ ആയിട്ടുള്ള ഒരു ഉയർച്ച, അൺകോമൺ ആയിട്ടുള്ള ഒരു ഗ്ലോറി ആർക്കും വേണ്ടേ? അൺകോമൺ ആയിട്ടുള്ളതായ ആ ദൈവമഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ ചിലതിനോട് നാം നോ പറയണം. ചില പെണ്ണിനോട് നോ മാറുന്നില്ല എന്ന് പറവാൻ ഇന്ന് പകൽ ചിലര് തയ്യാറാകട്ടെ. ചില പോർണോഗ്രാഫിയോട് മാറുന്നില്ലേ, ചില ജഡത്തോട് മാറുന്നില്ലേ, ലോകത്തോട് മാറുന്നില്ലേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ മറ്റ് ശേഷം മനുഷ്യരെ പോലെ അല്ല, ഞാൻ മറ്റു ഓദേശിമാരെ പോലെ അല്ല, ഞാൻ മറ്റു പെന്തിക്കോസിനെ പോലെയല്ല. എന്റെ വിളി മറ്റൊന്നാണ്, എന്റെ തെരഞ്ഞെടുപ്പ് മറ്റൊന്നാണ് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഞാൻ എന്റെ സെൽഫിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. യാക്കോബ് ആദ്യത്തെ രക്തസാക്ഷിയായെങ്കിൽ രണ്ടാമതായി കർത്താവ് പറയുന്നു സ്വയത്യാഗത്തിൽ ജീവിച്ചാടെ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ എന്ന് കള്ളം പാടല്, കള്ളം പറയല്, അത് ജീവിതത്തിൽ വെളിപ്പെടുത്ത്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം അതെ അധ്വാനിക്കുന്നവനായിരിക്കെ, സ്വയത്യാഗമുള്ളവനായിരിക്കെ. നമ്പർ 3, മൂന്നാമത് അവരോടൊപ്പം കയറിപ്പോയ സ്തോത്രം വ്യക്തിയായിരുന്നു, അതെ ശിഷ്യനായിരുന്നു പ്രിയനായ യോഹന്നാൻ. നിങ്ങൾക്കറിയാം യോഹന്നാന്റെ പ്രത്യേകത എന്തെന്ന്? യോഹന്നാൻ വെളിപ്പാടുകാരനായ യോഹന്നാൻ. ഓ സ്തോത്രം, അധ്വാനിക്കുന്നവനും സ്വയത്യാഗത്തിൽ ജീവിക്കുന്നവനും മാത്രമല്ല, പകരം ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, വെളിപ്പാടോടെ മുന്നോട്ട് പോയാട്ടെ, വെളിപ്പാടോടെ മുന്നോട്ട് പോയാട്ടെ. അപ്പൻ പറയുന്നതും അമ്മ പറയുന്നതും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. മനുഷ്യനെ തൃപ്തിപ്പെടുത്തിയല്ല നീ ജീവിക്കേണ്ടത്, പകരം സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് വെളിപ്പാടോടെ മുന്നോട്ട് പോയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം ഏറ്റെടുത്താട്ടെ. മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്ക്, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്? എന്റെ കുടുംബത്തെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? കർത്താവിന്റെ വെളിപ്പാടോടെ ദൈവകൃപയാൽ മുന്നോട്ട് പോയാട്ടെ. കേൾക്കുന്നവർ 2 കലങ്ങളെ ചലിപ്പിച്ച ദൈവത്തിന് നന്ദി പറയാം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ സ്തോത്രം. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കയറിയത് എംപ്റ്റി ഹാൻഡഡ് ആയിട്ടാണ്, ഒഴിഞ്ഞവനായിട്ടാണ് അവൻ കയറിയത്. പക്ഷേ വെളിപ്പാട് സ്തോത്രം പ്രാപിച്ച് പത്മോസ് ദ്വീപിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുമ്പോൾ അവൻ നിറഞ്ഞവനായിട്ടാണ് അവൻ സ്തോത്രം പത്മോസ് ദ്വീപിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇസ് ദ മാൻ ഓഫ് റെവലേഷൻ. അവൻ വെളിപ്പാടുകാരൻ ആയിരുന്നു. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, ഈ 3 കാര്യം സ്വർഗം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അധ്വാനിക്കുന്നവരായിരിക്കെ, സ്തോത്രം സ്വയത്യാഗത്തിൽ നിൽക്കുന്നവരായിരിക്കെ, പകരം ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം വെളിപ്പാടിൽ നിൽക്കുന്നവരായിരിക്കെ, വീണ്ടും അധ്വാനിക്കുന്നവരായിരിക്കെ, സ്വയത്യാഗത്തിൽ നിൽക്കുന്നവരായിരിക്കെ, വെളിപ്പാടിൽ ചലിക്കുന്നവരായിരിക്കെ. ആരും മിണ്ടുന്നില്ല. അധ്വാനിക്കുന്നവരായിരിക്കെ, സ്വയത്യാഗത്തിൽ ജീവിക്കുന്നവരായിരിക്കെ, വെളിപ്പാട് നിൽക്കുന്നവരായിരിക്കെ. അങ്ങനെ സ്തോത്രം 3 പേർ ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറി വരികയാണ്. ഒന്ന് അധ്വാനിക്കുന്നവന്, മറ്റൊന്ന് സ്വയത്യാഗത്തിലായിരിക്കുന്നവന്, വേറൊരുത്തൻ സ്തോത്രം അതെ വെളിപ്പാടുകാരൻ. ഞാൻ ഇങ്ങനെ പറയട്ടെ, 3 തൂണുകൾ
ആ പർവ്വതത്തിന് മുകളിൽ ഇതാ കയറി വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ പർവ്വതത്തിൽ മൂടുകയുണ്ടായി. ദൈവത്തിന്റെ മഹത്വം ആ പർവ്വതത്തിൽ മൂടി. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ 3 പേർ ആ പർവ്വതത്തിന് മുകളിൽ കയറി ചെന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം സ്തോത്രം മൂടി. ദൂത് 3 കാര്യം ദൈവം നിന്റെ നില പ്രതീക്ഷിക്കുന്നു. ഒന്ന്, അധ്വാനിക്കുന്നവനെങ്കിൽ, സ്വയത്യാഗത്തോടെ നിൽക്കുന്നവനെങ്കിൽ, ദൈവത്തിന്റെ വെളിപ്പാടുണ്ടെങ്കിൽ നിന്നിൽ എന്തുകൊണ്ടായിരിക്കും? സർട്ടിഫിക്കറ്റ് അല്ല, സ്തോത്രം. അതെ, പകരം അതെ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടും. സ്തോത്രം. അതെ, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടും. പക്ഷെ പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, കം, let us follow, you can follow me. അതെ, വന്നേ, സ്തോത്രം. നമുക്ക് ഈ മല കയറാം, നമുക്ക് ഈ മല കയറാം. സ്തോത്രം. വേറെ ആർക്കും ഇല്ലാത്തതായ ഒരു മല കയറ്റം, കിഴക്കാൻ തുക്കായി കിടക്കുന്നതായ മല. കാരണം മർക്കോസ് സുവിശേഷകൻ ഇങ്ങനെയാണ് 9-ാം അധ്യായത്തിൽ പറയുന്നത്. പിന്നെ വായിക്ക്, സ്തോത്രം. നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ആ കീഴ്ക്കം തുക്കാതായിട്ടുള്ള മല കയറി യേശു അങ്ങോട്ട് പോയിട്ട് പിറ്റേ നാളാണ് ശിഷ്യന്മാരുമായി തിരിച്ചിറങ്ങിയത്. അന്ന് വരാൻ അത് ഷോർട്ട് ഡിസ്റ്റൻസ് അല്ല, പിറ്റേ നാളാണ് അവൻ ആ മലയിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നത്. ഇറ്റ്സ് എ ലോങ് ഡിസ്റ്റൻസ് ജേണി. അത് ദീർഘമായ ഒരു മലകയറ്റമായിരുന്നു. താഴെ ഇരിക്കുന്ന പുരുഷാരത്തിന് ഈ മലകയറ്റമില്ല, മറ്റപ്പോസ്തലന്മാർക്ക് ഈ മലകയറ്റമില്ല. സ്തോത്രം. വേറെ 70 ശിഷ്യന്മാർ കൂടിയുണ്ട്, അവർക്കും ഈ മലകയറ്റം ഇല്ല. അവരും പ്രാസംഗന്മാരാണ്, അവരും രോഗശാന്തി കൈകാര്യം ചെയ്യുന്നവരാണ്, അവരും സ്തോത്രം ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്. പക്ഷേ അവർക്കില്ലാത്തതായ ഒരു മലകയറ്റം, അവർക്കില്ലാത്തതായ സ്തോത്രം ഒരു സ്ട്രെസ്സും സ്ട്രെയിനും, അവർക്കില്ലാത്തതായ പെയിൻ. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, മറ്റാർക്കും ഇല്ലാത്തതായ ചില പെയിൻ, മറ്റാർക്കും ഇല്ലാത്തതായ കണ്ണുനീര്, മറ്റാർക്കുമില്ലാത്ത ക്രിറ്റിസിസം, മറ്റാർക്കുമില്ലാത്തതായ അക്യൂസേഷൻ, മറ്റാർക്കുമില്ലാത്ത സ്കാൻഡൽസ് ആൻഡ് റൂമേഴ്സ്, മറ്റാർക്കുമില്ലാത്തതായ പെയിൻ, പ്രോബ്ലം. സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കണം, നിന്റെ ക്ലബ്ബ് മാറുകയാണ്. മറ്റാർക്കും ഇല്ലാത്തതായ ഒരു മലകയറ്റത്തിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും കയറുമ്പോൾ ഈ യാത്രകൾ നിങ്ങൾ കാണും. 50 അടി കയറി സെറ്റിലായ പലരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വിശ്വാസ ജീവിതത്തിൽ ഡോളറിൽ സെറ്റിലായ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷ കളഞ്ഞ്, വിളി കളഞ്ഞ്, ഡോളറിലും ദിനാറിലും സ്തോത്രം ദിർഹാമിലും അതേ ഫോറിൻ കറൻസിയിലും സെറ്റിലായ ഒത്തിരി പേര്. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ഞാൻ പറയട്ടെ, ഒന്നിനും സെറ്റിലാകല്ലേ, പകരം മൂവ്മെന്റിൽ ജീവിച്ചാട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, സെറ്റിലാകല്ലേ, പറഞ്ഞാട്ടെ, സെറ്റിലാകല്ലേ. അവസാന സെക്കൻഡേ പറയാവൂ, ഞാൻ വിശ്വാസത്തെ കാത്തു, ഞാൻ ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഞാൻ നല്ല പൊറുപ്പൊരുതു, ഓട്ടം തികച്ചു, സ്തോത്രം. അതേ, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു. അർത്ഥം സെറ്റിൽ ചെയ്യല്ല, പകരം ദൈവകൃപയാൽ മുന്നോട്ട് പോയാട്ടെ. മരിച്ചവനെ ഉയർത്താനും സെറ്റിൽ ചെയ്യല്ല, 1000 പേർ സ്നാനപ്പെട്ടാലും സെറ്റിൽ ചെയ്യല്ല. ശുശ്രൂഷ കണ്ട് പലരും സെറ്റിൽ ചെയ്തപ്പോ, പലരും പേര് കണ്ട് സെറ്റിൽ ചെയ്തപ്പോ, പലരും പണം കണ്ട് സെറ്റിൽ ചെയ്തപ്പോ, ഇത് പകൽക്കാലം കർത്താവ് പറയുന്നു, നോ വേ. ആത്മീയ ജീവിതത്തിൽ സെറ്റിൽ ചെയ്യല്ല, പകരം വീണ്ടും ഒഴുകട്ടെ, വീണ്ടും കൃപയിൽ നിന്ന് കൃപയിലേക്ക് ഒഴുകട്ടെ. സ്തോത്രം. ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് ഒഴുകട്ടെ, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് ഒഴുകട്ടെ. ഇൻ ജീസസ് നെയിം വീണ്ടും ദൈവത്തിന്റെ കൃപയിൽ ഒഴുകട്ടെ. വിശ്വസിക്കുന്ന 2 കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. ഈ മല കയറ്റം കഠിനമാകുന്നതായ സമയത്ത്, ജീവിതത്തിന്റെ മലകയറ്റം കഠിനമാകുമ്പോൾ ഈ വിശ്വാസത്തിന്റെ മലകയറ്റം കിട്ടിയത് പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സെറ്റിൽ ചെയ്ത പലരുണ്ട്, പലരും സ്തോത്രം. അത് വേറെ ചിലർ ഇതിനെ കിട്ടിയത് നടക്കത്തില്ല സ്തോത്രം എന്ന് പറഞ്ഞ് ക്വിറ്റേഴ്സുമുണ്ട്, ഇതിനെ കളഞ്ഞിട്ട് പോകുന്നവരുമുണ്ട്. ഈ വിശ്വാസം ചെയ്ത് നടക്കത്തില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ സ്തോത്രം അത് ഇങ്ങനെയൊക്കെ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കിട്ടിയത് നിൽക്കുന്ന ആർക്കോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം അതെ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കമോൺ, ഇതല്ല നിന്റെ പൊസിഷൻ, ഇതല്ല നിന്റെ സ്ഥാനം, ഇതല്ല നിന്റെ മേഖല. കമോൺ, സ്തോത്രം. വീണ്ടും എഴുന്നേറ്റാട്ടെ, വീണ്ടും അധ്വാനിച്ചാട്ടെ. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം. നിന്റെ പറമ്പിൽ 1 ഇഞ്ച് ഭൂമി പോലും തരിശ് നിലമായി കിടക്കല്ല.
ഒരിക്കൽ കൂടെ സ്തോത്രം. അതെ, നിന്റെ ഭവനത്തിന്റെ ചുറ്റും സ്തോത്രം, അതെ, 1 ഇഞ്ച് ഭൂമി പോലും തരിച്ച് നിലമായി കിടക്കല്ല. ഞങ്ങളെ കഴിഞ്ഞ ഇടയ്ക്ക് രമേഷ് കോശി ബ്രദറിന്റെ വീട്ടിൽ പോയി. 2 ഏക്കർ സ്ഥലമാണ് ആ നല്ല റോഡിന്റെ സൈഡിൽ കിടക്കുന്നത്. സ്തോത്രം. കൃഷി ചെയ്ത ക്യാമറ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, 1 ഇഞ്ച് സ്ഥലം പോലും സ്തോത്രം വെറുതെ കിടക്കല്ല. പറഞ്ഞാട്ടെ, 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ കിടക്കല്ല. നമ്മുടെ മലയാളികളെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, തമിഴ്നാടുകാരന്റെ വാഴക്കൊല കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. തമിഴ്നാടുകാരന്റെ ബീഫും ചിക്കനും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ യേശുവിൻ നാമത്തിൽ ഖമാൺ, എല്ലാ സോംബേരി പിശാചും എന്ന് പറഞ്ഞാൽ എല്ലാ അലസതയും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റുമുള്ളതായ സകലതും സ്തോത്രം 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ ഇടാതെ പകരം ദൈവത്തിന്റെ കൃപയാൽ കൃഷി ചെയ്താട്ടെ. 10 കോഴിയെ വളർത്തിയാട്ടെ. ഇൻ ജീസസ് നെയിം സ്തോത്രം. അതെ, മഹത്വം വ്യാപരിക്കട്ടെ, മഹത്വം വ്യാപരിക്കട്ടെ. ഞാൻ വിളിച്ചു പറയട്ടെ, സെൽഫ് സഫിഷ്യന്റ് ഫാമിലിയായി ദൈവകൃപയാൽ ദൈവത്തിന്റെ ജനം എഴുന്നേൽക്കട്ടെ. സെൽഫ് സഫിഷ്യന്റ്. വൈ? കാരണം മഹത്വം എവിടെയാണ് ഉള്ളത്? മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉണ്ട്. ഒരിക്കൽ കൂടെ, മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉള്ളത് കൊണ്ട് 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ ഇടല്. സ്തോത്രം. ആവശ്യമില്ലാത്ത വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകല്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുന്നുകൂടല്. പകരം യേശുവിൻ നാമത്തെ നിങ്ങളുടെ സീസൺ മാറുകയാണ് 6 ദിവസം കഴിഞ്ഞ ശേഷം. യോ ഹല്ലേലൂയ, സീസൺ മാറുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സീസൺ മാറുകയാണ്. പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ, വാ. വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളി, വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീര്, വേറെ ആർക്കുമില്ലാത്ത സ്ട്രെസ്സും സ്ട്രെയിനും, വേറെ ആർക്കുമില്ലാത്ത പെയിനും പ്രോബ്ലവും, വേറെ ആർക്കുമില്ലാത്തതായ മല കയറ്റ്. അവർ മല കയറുകയാണ്. അവർ മല കയറുകയാണ്. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിന്റെ ഷേപ്പിനെ ദൈവം മാറ്റുകയാണ്. നിന്റെ ഷേപ്പിനെ മാറ്റുകയാണ്. ആവശ്യമില്ലാതിരിക്കുന്ന എന്തെങ്കിലും നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഏതെങ്കിലും പാപത്തിന് കൊടുത്താട്ടെ. ഉപയോഗമില്ലാത്ത ഡ്രസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാപങ്ങൾക്ക് കൊടുത്താട്ടെ. ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളുണ്ടെങ്കിൽ ആവശ്യമുള്ളതായ സ്തോത്രം അതെ ഏതോ ജനത്തിന് വേണ്ടി കൊടുത്താട്ടെ. ഇൻ ജീസസ് നെയിം ഒരു പുതുക്കം നിന്റെ ഭവനത്തിൽ ഉണ്ടാകട്ടെ, ഒരു പുതുക്കം നിന്റെ അലമാരയിൽ ഉണ്ടാകട്ടെ, ഒരു പുതുക്കം നിന്റെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഏതോ ഭാഗത്ത് നീ ഒഴിയട്ടെ, എന്നാലേ പുതിയത് ദൈവത്തിന് നിന്നെ നിറയ്ക്കുവാൻ തക്കോണ കഴിയത്തുള്ളൂ. ആ പുതിയത് നിറയ്ക്കുന്നത് ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തതാണ്, ഇതുവരെ നീ കൈകാര്യം ചെയ്തിട്ടില്ലാത്തതാണ്. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അവർ മല കയറുന്നു, അവർ മല കയറുന്നു, അവർ മല കയറുന്നു. സ്തോത്രം. മറ്റുള്ളവർക്ക് ഇല്ലാത്തതായ പെയിൻ, മറ്റുള്ളവർക്ക് ഇല്ലാത്ത കണ്ണുനീര്, മറ്റുള്ളവർക്ക് ഇല്ലാത്ത വിമർശനം, സ്തോത്രം അതെ, അതുമായി നീ മല കയറുമ്പോൾ ഈ താഴെ നിൽക്കുന്ന ആൾക്കാരുമായി നീ കമ്പയർ ചെയ്യരുത്. അയ്യോ അവർക്കെല്ലാം ഉണ്ടല്ലോ, ഓ എനിക്കില്ലാത്ത സ്തോത്രം, എനിക്കുള്ളതായ പെയിൻ അവർക്കില്ലല്ലോ, എനിക്കുള്ളതായ പ്രോബ്ലം അവർക്കില്ലല്ലോ, എനിക്കുള്ള കണ്ണുനീർ അവർക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നീ കമ്പയർ ചെയ്യല്ലേ. പകരം നീ എന്നെ നോക്കി എന്റെ കർത്താവ് ഇന്ന് പകല് പറയാനുള്ളത്, നീ അവരെയല്ല നോക്കേണ്ടത്, വിളിച്ച എന്നെയാണ് നോക്കേണ്ടത്. യു ജസ്റ്റ് ഫോളോ മീ, യു ജസ്റ്റ് ഫോളോ മീ. നീ എന്നെ ഫോളോ ചെയ്യ്. സ്തോത്രം. നീ എന്നെ പിന്തുടരുക, എന്റെ പിന്നാലെ വരിക, എന്റെ പിന്നാലെ വരിക. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, യേശുവിന്റെ പിന്നാലെ പോയാട്ടെ, യേശുവിന്റെ പിന്നാലെ പോയാട്ടെ, യേശുവിന്റെ പിന്നാലെ പോയാട്ടെ, യേശുവിന്റെ പിന്നാലെ പോയാട്ടെ. ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, അങ്ങനെ യേശുവിന്റെ പിന്നാലെ പോയാട്ടെ. പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ സ്തോത്രം യേശുവിന്റെ പിന്നാലെ പോയപ്പോ, യേശുവിന്റെ പിന്നാലെ പോയപ്പോ മഹത്വം മൂടി, മഹത്വം മൂടി, മഹത്വം മൂടിയപ്പോഴേക്കും ആ മഹത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുക. അതൊരു പബ്ലിക് മീറ്റിംഗ് അല്ല. സ്തോത്രം. മഹത്വം മൂടിയപ്പോ മീറ്റിംഗ് നടക്കുക, ഒരു മീറ്റിംഗ് നടക്കുക. സ്തോത്രം. ഈ ഇൻട്രഡക്ഷനോടെ ഈ പരിപാടി തുടങ്ങുകയാണ്. സ്തോത്രം. മഹത്വം മൂടിയപ്പോ ഒരു മീറ്റിംഗ് നടക്കുക. മഹത്വം മൂടിയപ്പോ ഒരു ഗ്ലോറി, ആ ഗ്ലോറി ലെവലിൽ ഒരു മീറ്റിംഗ് നടക്കുക. അതൊരു പബ്ലിക് മീറ്റിംഗ് അല്ല, അതൊരു VVIP മീറ്റിംഗ് ആണ്. ഇന്ന് പകൽക്കാലം ആരോടാ ഞാൻ ഇത് പ്രസംഗിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ നിന്റെ ലെവൽ മാറുന്നു കുട്ടിയെ, നിന്റെ ലെവൽ മാറുന്നു. ഇത് സ്തോത്രം 75% ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ആ 25% മനസ്സിലാകുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ സാധാ വിശ്വാസി അല്ലെന്ന്, നീ സാധാ ഉപദേശി അല്ലെന്ന്, നീ സാധാ ദൈവപൈതൽ അല്ലെന്ന് നിന്റെ ക്ലബ്ബ് മാറുകയാണ്. നിനക്കൊരു മൗണ്ടൻ ടോപ്പ്
എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. നീ കണ്ടതായ താഴ്വരയിൽ നിന്ന് നിന്നെ ദൈവം മലയുടെ മുകളിൽ കയറ്റുന്നു എന്ന്. സ്തോത്രം. ആ മലയുടെ മുകളിൽ ഒരു സ്തോത്രം മീറ്റിംഗ് നടക്കുന്നു. എഴുതി കിടക്ക് VVIP മീറ്റിംഗ്. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ടവർ തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, നോക്ക്. സ്തോത്രം. ഏത് പ്രധാനപ്പെട്ടവർ? പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട 2 പേരും പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട 3 പേരും. പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട 2 പേരും പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട 3 പേരുമായി ഒരു VVIP മീറ്റിംഗ് നടക്കുന്നു. 2 + 3 = 5. 2 + 3 = 5. അതിന്റെ പേര് 5. ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപയാൽ ചില ഇടങ്ങളിൽ ദൈവം നിന്നെ കയറ്റി നിർത്തുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ ചില അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ കയറ്റി നിർത്തുവാൻ പോകുന്നു. നിന്റെ വീട്ടിലുള്ള പലർക്കും ചിന്തിപ്പാൻ കഴിയാത്തത്, സ്തോത്രം, അതെ, നിന്റെ കൂടെ പഠിച്ച പലർക്ക് ചിന്തിപ്പാൻ കഴിയാത്തത്, എത്തി നോക്കാൻ കഴിയാത്തതായ ചില സ്ഥലങ്ങളിൽ നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നേടാൻ കഴിയാത്തത്, നിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നേടാൻ കഴിയാത്ത ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ മണിക്കൂറിൽ ചില VVIP മീറ്റിംഗിൽ ചില ഡിസ്കഷന്റെ നടുവിൽ, ചില സെലസ്റ്റിയൽ ഡിസ്കഷൻ പോലെ ചില പ്രധാനപ്പെട്ട ഡിസ്കഷന്റെ നടുവിൽ തമ്പുരാൻ നിന്നെ കയറ്റി നിർത്തുവാൻ പോകുന്നു. സ്തോത്രം. ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും നോക്കി പറ, നമ്മുടെ ഫ്രണ്ട്സ് മാറുകയാണ്. പെട്ടെന്ന് പറ, നമ്മുടെ ഫ്രണ്ട്സ് മാറുകയാണ്. നമ്മുടെ ക്ലബ്ബ് മാറുകയാണ്. മല കയറിയവരെ, നിന്റെ ഫ്രണ്ട്ഷിപ്പ് മാറുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയ ആൾക്കാരുമായി നീ കണ്ടുമുട്ടുവാൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയ ആൾക്കാരിലേക്ക്, സ്തോത്രം, ആൾക്കാരുമായി നീ കണ്ടുമുട്ടുവാൻ പോകുകയാണ്. ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയട്ടെ, ചില പ്രത്യേക നെറ്റ്വർക്കുകളുമായി സൂപ്പർനാച്ചുറലി ദൈവം നിന്നെ യോജിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഇൻ ജീസസ് നെയിം. അവരെല്ലാം മറ്റൊരു മണ്ഡലത്തിലായിരിക്കാം, അവരെല്ലാം കയ്യെത്താ ദൂരത്തായിരിക്കാം, അവരെല്ലാം വേറൊരു മേഖലയിൽപ്പെട്ടവരാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായോ? അവരെല്ലാം വേറൊരു മേഖലയിൽപ്പെട്ടവരാണ്. അവരാരും കയ്യെത്തി പിടിപ്പാൻ കഴിയാത്തവരാണ്. അവരെല്ലാം മറ്റൊരു മണ്ഡലത്തിൽ ജീവിച്ചവരാണ്. പക്ഷേ അവിടെ യോജിപ്പിച്ചത് വെൽഡിംഗ് മെഷീൻ അല്ല, അവിടെ യോജിപ്പിച്ചത് ജാതിയല്ല, അവിടെ യോജിപ്പിച്ചത് ഉപദേശമല്ല, അവിടെ യോജിപ്പിച്ചത് മഹത്വമാണ്. ഗ്ലോറി. അവരെ യോജിപ്പിച്ചത് മഹത്വമാണ്. കമാൺ, ഈ ദിവസങ്ങളിൽ നിന്റെ മഹത്വം വർദ്ധിക്കട്ടെ. സ്തോത്രം. ടൈം കളയല്ല. സ്തോത്രം. അധ്വാനിക്കുന്നവനായിരിക്കെ, സെൽഫ് സാക്രിഫൈസ് ആയിരിക്കെ. സ്തോത്രം. ഇൻ ജീസസിനെ വെളിപ്പാടിൽ ചലിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ നിന്റെ മഹത്വം ദൈവകൃപയാൽ വർദ്ധിക്കുകയാണ്. ഇൻ ജീസസിനെ ഒരിക്കലും കഴിയത്തില്ല എന്ന് പറയുന്ന ചില നെറ്റ്വർക്കുകൾ, ഒരിക്കലും സാധിക്കത്തില്ല എന്ന് പറയുന്ന ചില റൂമുകളിൽ, ഒരിക്കലും കഴിയത്തില്ല എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ, ഒരിക്കലും കഴിയത്തില്ല എന്ന് പറയുന്ന ടൗണുകളിൽ, സിറ്റികളിൽ, ഇൻ ജീസസ് നെയിം ചില പ്രത്യേക നെറ്റ്വർക്കിൽ, ചില മീറ്റിംഗിൽ നീ നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി പ്രവചിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. പക്ഷേ സ്തോത്രം, അതെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പറയും, ഞങ്ങളുണ്ടല്ലോ താഴെ നോക്ക്, ആ ഗലീല കടലിന്റെ താഴെ അങ്ങ് ദൂരെ, സ്തോത്രം, ഇത്രയും മല കയറിയ ഞങ്ങൾ കയറി വന്നത്, ഇത്രയും മല കയറിയ ഞങ്ങൾ ഇറങ്ങി വന്നത്. സ്തോത്രം. അപ്പൊ ഇറങ്ങി വന്നവർ വേണമെങ്കിൽ ഇങ്ങനെ പറയും, നിനക്ക് തോന്നി ഞങ്ങൾ ഈസിയായി ഇറങ്ങിയെന്ന്. നോ, വെൽക്കം ടു ദ ക്ലബ്. ഞങ്ങളും ഇതുപോലെ കുറച്ച് കേറിയതാ. കമാ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞങ്ങളും ഇതുപോലെ കുറച്ച് കേറിയതാ. ഈ മേലെ നിന്ന് ഇറങ്ങി വന്നവരുണ്ടല്ലോ, അവരും ഇതുപോലെ, സ്തോത്രം, കേറിയതാ. യേശുവിന്റെ നാമത്തിൽ നിന്നെ പോലെ ഒടഞ്ഞവരുമായി,
നിന്നെപ്പോലെ കരഞ്ഞവരുമായി, നിന്നെപ്പോലെ വ്യാകുലപ്പെട്ടവരുമായി, നിന്നെപ്പോലെ ഡിപ്രസ്ഡ് ആയവരുമായി ഇൻ ജീസസ് നെയിം സ്തോത്രം. അതേ അനുഭവങ്ങളിൽ, അതേ തീച്ചൂളകളിൽ, അതേ പെരുവെള്ളങ്ങളിൽ ഉള്ളവരുമായി ചില പ്രത്യേക ക്ലബുകളിൽ ദൈവം നിന്നെ കയറ്റി നിർത്തുന്നു. മോശേ, നിനക്ക് മല കയറ്റം ഉണ്ടായിരുന്നോ? യെസ്, ഞാൻ പലവട്ടം സീനായി ഞാൻ കയറിയവനാണ്. റിയലി? യെസ്, ഞാൻ വചനം വാങ്ങാൻ, മഹത്വ സാന്നിധ്യം ഏറ്റെടുപ്പാൻ ഞാൻ സീനായി മല കയറിയവനാണ്. Then what about you, Elijah? Elijah, നിന്റെ കാര്യം എന്താണ്? ഞാൻ കർമ്മേലിൽ കയറിയത് പ്രസിദ്ധമാണ്. സ്തോത്രമത്തെ മല കയറിയ 5 പേർ ഒരുമിച്ച് നിൽക്കുന്നു. കരഞ്ഞവന് മാത്രമേ കണ്ണുനീരെന്തെന്ന് അറിയത്തുള്ളൂ. ഉടഞ്ഞവന് മാത്രമേ ഉടവെന്തെന്ന് അറിയത്തുള്ളൂ. സ്തോത്രം. വിമർശനം കേട്ടവന് മാത്രമേ അതിന്റെ കയ്പെന്തെന്ന് അറിയത്തുള്ളൂ. അപവാദം കേട്ടവന് മാത്രമേ അതിന്റെ പെയിൻ എന്തെന്ന് അറിയത്തുള്ളൂ. ഈ 5 പേരും സ്തോത്രമതെ അവർ മല കയറിയവർ ആണ്. ഇൻ ജീസസ് നെയിം. ഒരിക്കലും അതിനു മുൻപ് കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ല. പല മണ്ഡലങ്ങളിൽ മാറിക്കിടന്നവരാണ്. പക്ഷേ സ്തോത്രം, തിരുവചനം പറയുന്നു, മഹത്വത്തിൽ അവർ യോജിച്ചു എങ്കിൽ ഇൻ ജീസസ് നെയിം അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ ചില വിവിഐപികളുടെ നടുവിൽ തമ്പുരാൻ നിന്നെ കയറ്റി നിർത്തുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ഗ്ലോറി മീറ്റിംഗിന്റെ നടുവിൽ സ്തോത്രം ഈ 5 പേർ നിൽക്കുന്ന ദൈവത്തിന്റെ സഭയുടെ മഹത്വം ഈ ദിവസങ്ങൾ വർദ്ധിക്കട്ടെ. സഹോദരനെയും ദൈവദാസനെയും നിന്റെ മഹത്വം വർദ്ധിക്കട്ടെ. ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസഭയുടെ മുഖഛായ മാറുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ, ദൈവസഭയുടെ മുഖഛായ മാറുവാൻ വേണ്ടി പോകുന്നു. പിടിപ്പാൻ കഴിയത്തില്ല, കാണാൻ കഴിയത്തില്ല, കൈ കൊടുപ്പാൻ കഴിയത്തില്ല എന്ന് പറയുന്ന മോശമാർ, ഏലിയാവുമാർ, മോശമാർ, ഏലിയാവുമാർ സ്തോത്രമതെ നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷിക്കാത്തവർ ദൈവത്തിന്റെ സഭയിൽ ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, പ്രതീക്ഷിക്കാത്തവർ നമ്മുടെ അടുക്കൽ വരും. പറ, പ്രതീക്ഷിക്കാത്തവർ നമ്മളുടെ അടുക്കൽ വരും. സ്തോത്രം. ഒരാള് മോശ, മറ്റേയാള് ഏലിയാവ്. ഞാൻ പറയുന്നത് നിന്റെ ബിസിനസിന്, നിന്റെ കരിയറിന് പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ സ്തോത്രം നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുക. വീണ്ടും ഒരാള് മോശ, മറ്റേയാള് ഏലിയാവ്. എന്താ മോശയുടെ പ്രത്യേകത? മോശ ന്യായപ്രമാണം പ്രാപിച്ചവനാണ്. ന്യായപ്രമാണം പ്രാപിച്ചവനാണ് മോശ. പ്രവാചകന്മാരെ റെപ്രസെന്റ് ചെയ്താണ് ഏലിയാവ് വന്നത്. സ്തോത്രം. ന്യായപ്രമാണവും പ്രവാചകന്മാരും, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരെയില്ല. ന്യായപ്രമാണത്തെ റെപ്രസെന്റ് ചെയ്ത തോറ ആദ്യത്തെ 5 പുസ്തകം എഴുതിയ മോശ ഇറങ്ങി നിൽക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം പ്രാപിച്ചവനായി മോശ മഹത്വത്തിൽ ഇറങ്ങി നിൽക്കുന്നു. മറുവശത്ത് പ്രവാചകന്മാരെ വാക്കിലും പ്രവൃത്തിയിലും പ്രവൃത്തി വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരെ റെപ്രസെന്റ് ചെയ്ത് സ്തോത്രം ഏലിയാവ് ആ മഹത്വത്തിൽ ഇറങ്ങി നിൽക്കുന്ന യേശുവിൻ നാമത്തിൽ ഈ അന്ത്യകാലത്ത് മഹത്വ ശുശ്രൂഷ നീ കൈകാര്യം ചെയ്യുമ്പോൾ, മഹത്വ ശുശ്രൂഷയിൽ നീ മുന്നോട്ട് പോകുമ്പോൾ 2 കാര്യങ്ങൾ നീ കൈകാര്യം ചെയ്യും. ഒന്ന്, ദൈവത്തിന്റെ വചനത്തെ നീ കൈകാര്യം ചെയ്യും. മറുവശത്ത് ദൈവത്തിന്റെ ആത്മാവിനെ നീ കൈകാര്യം ചെയ്യും. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പ്രവചിക്കുകയുണ്ടായി. ദ എൻഡ് ടൈം മൂവ് എന്ന് പറയുന്നത്, അന്ത്യകാലത്തിന്റെ ചലനം എന്ന് പറയുന്നത്, ഒരു വശത്ത് വചനത്തിന്റെ ചലനം ഉണ്ടായിരിക്കും, മറുവശത്ത് ആത്മാവിന്റെ ചലനം ഉണ്ടായിരിക്കും. ആത്മാവിന്റെ ചലനത്തിൽ 9 ഫലങ്ങളുടെ ചലനം, 9 വരങ്ങളുടെ ചലനം ഉണ്ടായിരിക്കും. ഗെറ്റ് റെഡി. ആ പിക്ചർ ഇന്ന് പകൽക്കാലം പ്രാപിച്ചോട്ടെ. ഒരു വശത്ത് വചനത്തിന്റെ ചലനം, മറുവശത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ചലനം. വായു തുറന്ന് പറ, വചനവും പരിശുദ്ധാത്മാവും. ഒരിക്കൽ കൂടെ, വചനവും പരിശുദ്ധാത്മാവും. ഒരിക്കൽ കൂടെ, വചനവും പരിശുദ്ധാത്മാവും. വചനവും പരിശുദ്ധാത്മാവിന്റെ ചേർന്നുള്ള ചലനമായിരിക്കും. സ്തോത്രം. അതേ മഹത്വത്തിന്റെ ചലനത്തിൽ ദൈവകൃപയാൽ നിന്റെ മുൻപിൽ, നിന്റെ മേൽ സ്തോത്രം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത്.
സ്തോത്രം ഒരു വശത്ത് മോശ, മറുവശത്ത് ഏലിയാവ്. അവരിതാ സ്തോത്രം ഇറങ്ങി നിന്ന് അവർ സംസാരിക്കുകയാണ്. അവരെന്താ സംസാരിക്കുന്നത്? ഒരു കൊച്ചു വർത്തമാനമല്ല സഹോദരങ്ങളെ പറഞ്ഞത്. അവർ പറഞ്ഞത് മാനവജാതിയുടെ രക്ഷയെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. അർത്ഥം, കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന്റെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനാണ് അവർ സംസാരിച്ചത്. ഞാൻ പറയട്ടെ, ചില പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ സംസാരിപ്പാൻ ചില വലിയ VVIP-കളുമായി ആ റൂമുകളിൽ മഹത്വത്തിൽ നീ കയറി നിൽപ്പാൻ വേണ്ടി പോകുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ പേപ്പറിൽ ഞങ്ങൾ വായിപ്പാൻ വേണ്ടി പോകുന്നത്, TV-യിൽ ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി ഞങ്ങൾ കാണാൻ പോകുന്നതായ ചിലത് നീ നിൽക്കുന്നതായ സ്തോത്രം റൂമിൽ എടുക്കുന്നതായ ചില തീരുമാനങ്ങളായിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, ഞാനിത് സാധാ പ്രസംഗിക്കാനല്ല ഞാൻ വന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, അതെ, ചില രാജ്യങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റുന്ന, ഒരിക്കൽ കൂടെ, ചില രാജ്യങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റുന്ന ചില, സ്തോത്രം, അതേ, സീസന്റെ ഭാവിയെ തന്നെ മാറ്റുന്ന ചില ഡിസ്കഷനിൽ, സ്തോത്രം, ആ സ്ഥലത്ത് നീയും ദൈവകൃപയാൽ ഉണ്ടായിരിക്ക. നീ താഴ്വരയിൽ കിടക്കേണ്ടവനല്ല, പകരം ദൈവകൃപയാൽ നീ മലയുടെ മുകളിൽ നിൽക്കേണ്ടവനാണ്. സ്തോത്രം. സമയം പോയി, രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ശിഷ്യന്മാരുമായി ഇതാ കയറി ചെല്ലുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ, സ്തോത്രം, യോജിച്ചിരിക്കുന്ന ആ ജംഗ്ഷന്റെ നടുവിൽ നിൽക്കുമ്പോൾ എസ്കറ്റോളജിക്കൽ വ്യൂവിൽ നിത്യതയെ സംബന്ധിച്ച് എനിക്ക് പറവാൻ തക്കൊണ്ട് കഴിയുന്നതായ രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്ന്, സ്തോത്രം, മോശ മരിച്ചവനാണ്. മറ്റൊന്ന്, ഏലിയാവ് ജീവനോടെ എടുത്തുകൊള്ളപ്പെട്ടവനുമാണ്. വൺ ഓഫ് ദീസ് ഡേയ്സ് മലയുടെ മുകളിലല്ല, ഈ ദിവസങ്ങളൊന്നും മലയുടെ മുകളിലല്ല, പകരം മേഘങ്ങളിൽ അവൻ പ്രത്യക്ഷനാകാം. മേഘങ്ങളിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, സ്തോത്രം, മോശ മരിച്ചിട്ട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ, സ്തോത്രം, ദൈവത്തിന്റെ ദൂതനാകുന്ന മിഖായേൽ, ദൈവത്തിന്റെ ദൂതനാകുന്ന മിഖായേൽ അവന്റെ ബോഡിയെ ടേക്ക് കെയർ ചെയ്തതാണ്. അതുകൊണ്ട് മോശ മരിച്ച വിശുദ്ധന്മാരെ, സ്തോത്രം, അത് റെപ്രസെന്റ് ചെയ്യുന്ന അർത്ഥം, സ്തോത്രം, ഈ ദിവസങ്ങളൊന്ന് കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15:52 മരിച്ച വിശുദ്ധന്മാരെ റെപ്രസെന്റ് ചെയ്ത്, സ്തോത്രം, മോശ നിൽക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ, സ്തോത്രം, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക. ക്രിസ്തുവിൽ മരിച്ച ദൈവദാസന്മാർ, ക്രിസ്തുവിൽ മരിച്ച അപ്പച്ചന്മാർ, അമ്മച്ചുമാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ അവർ ഉയർത്തെഴുന്നേൽക്കുക. അവർ കടലിൽ വീണ് മരിച്ചവരായിരിക്കാം, അവർ കരയിൽ മരിച്ചവരായിരിക്കാം. എങ്ങനെ മരിച്ചു എന്നതല്ല വിഷയം, ക്രിസ്തുവിൽ മരിച്ചുവോ എന്നതാണ് വിഷയം. ക്രിസ്തുവിൽ ജീവിച്ചു എങ്കിൽ അവർ മരിച്ചത് ക്രിസ്തുവിലായിരിക്കും. ഒരിക്കൽ കൂടെ, ക്രിസ്തുവിൽ ജീവിച്ചു എങ്കിൽ അവർ മരിച്ചത് ക്രിസ്തുവിലായിരിക്കും. അവർ ക്രിസ്തുവിൽ മരിച്ചു എങ്കിൽ ക്രിസ്തു വരുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. ക്രിസ്തുവിൽ ജീവിച്ചവർ, ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തു വരുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. സ്തോത്രം. സോ മരിച്ച വിശുദ്ധന്മാരെ റെപ്രസെന്റ് ചെയ്ത് ഒരു വശത്ത് മോശ നിൽക്കുമ്പോൾ, മറുവശത്ത് മരണം കാണാതെ എടുത്തുകൊള്ളപ്പെട്ടവനായിരുന്നു ഏലിയാവ്. മോശ മരിച്ച്, സ്തോത്രം, അതേ, കർത്താവിന്റെ സന്നിധിയിൽ എടുത്തുകൊള്ളപ്പെട്ടെങ്കിൽ, സ്തോത്രം, അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും ഇറങ്ങി വന്ന്, സ്തോത്രം, കൂട്ടിക്കൊണ്ടു പോയവനാണ് ഏലിയാവ്. അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ റാപ്ചർ, സ്തോത്രം, അതേ, എടുത്തുകൊള്ളപ്പെട്ടവനാണ്, സ്തോത്രം, ഏലിയാവ്. വിശ്വസിക്ക്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നല്ല കാര്യം. പക്ഷേ ജീവനോട് ശേഷിക്കുന്ന നമ്മളുണ്ടല്ലോ, ജീവനോട് ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെട്ട് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടും. മറുരൂപമലയിൽ ഇതാ മരിച്ച വിശുദ്ധന്മാരെ പ്രതിനിധീകരിച്ച് മോശയും ജീവനുള്ള വിശുദ്ധന്മാരെ പ്രതിനിധീകരിച്ച് ഏലിയാവും നിൽക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ മധ്യാകാശത്തിൽ ഒരു കൂടി വരവ് ദൈവകൃപയാൽ ഉണ്ടാകാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു?
മധ്യാകാശത്തിൽ ഒരു കൂടിവരവ് ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവകൃപയാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. സഹോദരങ്ങളെ, അപ്രത്യാശയുടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നതായ നാം ദൈവത്തിന്റെ സന്നിധിയിൽ രൂപാന്തരപ്പെടുമെന്ന് വേദപുസ്തകം പറയുന്നു. ആ മഹത്വം സ്തോത്രം മൂടിക്കിടന്നതായ ആ അന്തരീക്ഷത്തിൽ സ്തോത്രം പത്രോസിന് എന്ത് പറയണമെന്നേ അറിയത്തില്ല. കാരണം പത്രോസ് കഴിഞ്ഞ അധ്യായത്തിൽ ആ താഴ്വര ഭാഷയിൽ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടെ സ്തോത്രം, അതെ, ആ താഴ്വര ഭാഷയിൽ അവൻ പറഞ്ഞതാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ആൾട്ടിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ. നിന്റെ ആൾട്ടിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ. അർത്ഥം സ്തോത്രം അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മളെ സംസാരം ഒന്ന് മാറ്റണം. ഒന്ന് പറഞ്ഞേ ഉറങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി എണിപ്പിച്ചു പറ, നമ്മുടെ സംസാരം ഒന്ന് മാറ്റാം. നമുക്ക് കുഴപ്പം ഈ നാക്കിനാണ്. നമ്മുടെ സംസാരം സ്തോത്രം അതെ മാറ്റണം. നമ്മുടെ സംസാരം മാറ്റണം. ഒരു ദിവസം ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ച് നല്ലൊരു ദൂതുമായി സ്തോത്രം ആ ലിഫ്റ്റിൽ കയറി 10ാമത്തെ നിലയിൽ ആ ലിഫ്റ്റിൽ നിന്ന് സ്തോത്രം താഴേക്ക് ഇങ്ങനെ വരുമ്പോ 7ാമത്തെ നിലയിൽ ഒരു അച്ചായൻ കയറുക, 7ാമത്തെ നിലയിൽ ഒരു സഹോദരൻ കയറുക. 7ാമത്തെ നിലയില് പുള്ളി ഇങ്ങനെ ചോദിച്ചു, സാറ് താഴോട്ടാണോ? ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ ഒരിക്കലും താഴോട്ട് പോകത്തില്ല. സാറ് താഴോട്ടാണോ? ഞാൻ ഒരിക്കലും അല്ല. ലിഫ്റ്റ് താഴെ പോകുമായിരിക്കും, പക്ഷെ എനിക്ക്, നല്ല പുള്ളിയോടാ ചോദിച്ചേ, എനിക്ക് ഒരിക്കലും താഴെ പോകാൻ കഴിയത്തില്ല. എനിക്കൊരിക്കലും താഴെ പോകാൻ കഴിയത്തില്ല. ഞാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കാണ്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്കാണ്, കൃപയിൽ നിന്ന് കൃപയിലേക്കാണ്, ബലത്തിൽ നിന്ന് ബലത്തിലേക്കാണ്. കമാൻ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. അതുകൊണ്ട് പത്രോസേ, നിന്റെ താഴ്വര ഭാഷ ഇവിടെ വില പോകത്തില്ല. നിന്റെ താഴ്വര ഭാഷ അപ്പം പുറത്തെടുത്തപ്പോഴാണ് പെട്ടെന്ന് പത്രോസ് അല്ല, പെട്ടെന്ന് മോശയല്ല, ഏലിയാവല്ല, ഈവൻ ജീസസ് അല്ല, പിതാവായ ദൈവം തന്നെ ഇടപെട്ടു. സ്തോത്രം. അവന്റെ താഴ്വര ഭാഷ അവൻ പറഞ്ഞപ്പോ, നിന്റെ പഴയ 4 കൊല്ലം മുമ്പുള്ള താഴ്വര ഭാഷ പറവാനായി സ്തോത്രം അവൻ തുറന്നപ്പോ വേറെ ആരുമല്ല ഇടപെട്ടത്, പിതാവായ ദൈവം ഇടപെട്ടു. ഇത് സംസാരിക്കേണ്ട നേരമല്ല, ഇത് കേൾക്കേണ്ട നേരമാണ്. നമ്മളുടെ പലരുടെയും വെബ്സൈറ്റിന്റെ പേരാണ് www.vachakamadi.org, vachakamadi.in, vachakamadi.com. സ്തോത്രം. എന്നാൽ പിതാവായ ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തു, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. ഒരിക്കൽ കൂടെ, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പേൻ, യവന് ചെവി കൊടുപ്പൻ. സ്തോത്രം. ഇത് ലെവല് വേറെയാണ്, ഇത് ക്ലബ് വേറെയാണ്, ഇത് അനോയിന്റിംഗ് വേറെയാണ്, ഇത് ശുശ്രൂഷ വേറെയാണ്. ആ തലത്ത് നീ എത്തണമെങ്കിൽ ഇതല്പം കുറയ്ക്കണം. സ്തോത്രം. നിന്റെ താഴ്വര ഭാഷ കൊണ്ട് നിനക്കൊരിക്കലും മലയുടെ മുകളിൽ സ്തോത്രം സക്സസ് ആകാൻ കഴിയത്തില്ല. നിനക്ക് ചെവി തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. യേശുവിന്റെ നാമത്തിൽ മഹത്വ ശുശ്രൂഷ ചുമക്കുന്നവർ കുറച്ച് മനുഷ്യനിൽ നിന്ന് കേൾക്കും, അധികം എന്റെ അപ്പച്ചനിൽ നിന്ന് കേൾക്കും. സ്തോത്രം. അങ്ങനെയുള്ളത് മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ഒത്തിരി ഒത്തിരി. കാരണം തിരുവചനം പറയുന്നത് വായുള്ളവൻ എല്ലാം സംസാരിക്കട്ടെ എന്നല്ല, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വായുള്ളവൻ എല്ലാവരും സംസാരിക്കട്ടെ എന്നല്ല. നീ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് നിന്റെ എല്ലില്ലാത്ത നാക്കുകൊണ്ടാണ്. ഓ സ്തോത്രം. യേശുവല്ല, മോശയല്ല, സ്തോത്രം അതെ ഏലിയാവല്ല, പിതാവായ ദൈവം പറഞ്ഞു, ഈ മഹത്വം നിന്നിൽ സ്റ്റേ ചെയ്യണം എങ്കിൽ, ഈ മഹത്വം നീ ചുമക്കണമെങ്കിൽ, ഈ മഹത്വത്തിന്റെ ലെവലിൽ നീ നിൽക്കണമെങ്കിൽ, സ്തോത്രം, നീ അവനിൽ നിന്ന് കൂടുതൽ കേൾക്കണം. അവനിൽ നിന്ന് നീ കൂടുതൽ കേൾക്കണം. സഹോദരങ്ങളെ, ആ കർത്താവിൽ നിന്ന് അധികം നീ കേൾക്കുമെങ്കിൽ, എന്റെ വാക്കുകൾക്ക് ഇന്ന് പകൽ ഒത്തിരി പരിമിതി ഉണ്ടായിരിക്കും. സ്തോത്രം. ആ കർത്താവിൽ നിന്ന്
അധികം നീ കേൾക്കുമെങ്കിൽ, നീ അധ്വാനിക്കുന്നവനെങ്കിൽ, സെൽഫ് സാക്രിഫൈസ് നിനക്കുണ്ടെങ്കിൽ, നീ വെളിപ്പാടിൽ മുന്നേറുന്നു എങ്കിൽ, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ചില VVIP മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കൃപയാൽ നീ നിൽക്കുവാൻ വേണ്ടി പോകുന്ന യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്ന? യെസ്, കം ഓൺ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, അതേ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ സ്തോത്രം. ഞാൻ അങ്ങയുടെ മഹത്വത്തിൽ നിറയപ്പെടുമാറാകട്ടെ, അങ്ങയുടെ മഹത്വത്തിൽ ഞാൻ നിറയപ്പെടുമാറാകട്ടെ, അങ്ങയുടെ മഹത്വത്തിൽ ഞാൻ നിറയപ്പെടുമാറാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അങ്ങയുടെ മഹത്വത്തിൽ ഞാൻ നിറയപ്പെടുമാറാകട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ ചാനലിൽ നിന്ന് പുറത്തു പോകല്ലേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കുറച്ച് സംസാരിച്ച് അധികം കേൾക്ക്. സ്തോത്രം. അതേ, പത്രോസ് എന്ത് പറയുന്നെന്ന് അവനെ അറിയത്തില്ല, എന്ത് പറയുന്നെന്ന് ചിലർക്ക് അവർക്കേ അറിയത്തില്ല. കുറച്ചു പറ, അധികം പ്രാപിക്ക്. കുറച്ചു പറ, അധികം ദൈവത്തിൽ നിന്ന് കേൾക്ക്. കുറച്ചു പറ, അധികം ദൈവത്തിൽ നിന്ന് ശ്രദ്ധിക്ക്. കുറച്ചു പറ, അധികം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ഇൻ ജീസസ് നെയിം. ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം. ഗ്ലോറി റിലം, ഗ്ലോറി റിലം. ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് us alone. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ആ റിലത്തിൽ എത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ആ റിലത്തിൽ സ്റ്റേ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. കേട്ട് ഇറങ്ങിപ്പോകുന്നവരല്ല, പകരം ഇൻ ജീസസ് നെയിം വരുവിൻ, നമുക്ക് ഈ മല കയറാം. വരുവിൻ, നമുക്ക് ഈ മല കയറാം. വരുവിൻ, നമുക്ക് ഈ മല കയറാം. ഓ, അവർ ഇറങ്ങി വന്നു. പക്ഷേ പുതിയ നിയമത്തിലായിരിക്കുന്ന നീ, സ്തോത്രം, അത് ആത്മമണ്ഡലത്തിൽ ആ മലയിൽ തന്നെ നീ താമസിക്കുകയാണ്. നീ താഴേക്ക് ഇറങ്ങുന്നവനല്ല, മഹത്വത്തിൽ ജീവിക്കുന്നവനാണ്. നീ താഴേക്ക് ഇറങ്ങുന്നവനല്ല, തിങ്കൾ ചുവയാകുമ്പോൾ മഹത്വം കളയുന്നവനല്ല, ആ മഹത്വത്തിൽ ജീവിക്കുന്നവനാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിച്ചാണ്. താങ്ക് യു ജീസസ്. അങ്ങയുടെ മഹത്വം വർദ്ധിക്കട്ടെ, അങ്ങയുടെ മഹത്വം വർദ്ധിക്കട്ടെ കർത്താവേ. അങ്ങയുടെ മഹത്വം വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങയുടെ മഹത്വം വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. സ്തുതിക്കേണ്ടവർ സ്തുതിക്കട്ടെ, ആരാധിക്കേണ്ടവർ ആരാധിക്കട്ടെ. താങ്ക് യു ജീസസ്. വി പ്രൈസ് യുവർ ഹോളി നെയിം, വി പ്രൈസ് യുവർ ഹോളി നെയിം. ഹല്ലേലൂയ, ഹോശന, ഹല്ലേലൂയ, ഹോശന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന. യേശുവേ, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന. ചില സർവീസുകളിൽ, ചില കോൺഫറൻസുകളിൽ, ചില കൺവെൻഷനുകളിൽ മഹത്വം ഇറങ്ങിയാൽ പിന്നെ അവിടെ ആർക്കും ശുശ്രൂഷിപ്പാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രസൻസിന്റെ ആധിക്യം വർദ്ധിക്കും, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആധിക്യം വർദ്ധിക്കും. ആരും ഈ ചാനലിൽ നിന്ന് പുറത്തു പോകല്ലേ. കണ്ണുകൾ അടച്ച് ലെറ്റ് us practice the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് ഏറ്റെടുക്കാം. 10 മിനിറ്റ് നമ്മൾ ആരാധിക്കാൻ പോവാം. 10 മിനിറ്റ് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാം. ഇൻ ജീസസ് നെയിം. കുറച്ച് പ്രസംഗിച്ച്, കുറച്ച് സംസാരിച്ച് അധികം നമുക്ക് പ്രാപിക്കാം. കുറച്ച് സംസാരിച്ച് അധികം പ്രാപിക്കാം. എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അധികം ഉണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് കാണാം ദൈവത്തിന്റെ മഹത്വം എങ്ങനെയാണ് ഈ ജനത്തെ മൂടി അവിടെ ജീവിതത്തിന്റെ അവസ്ഥ വ്യത്യാസപ്പെടുന്നത്. അവിടെ ക്ലബ് എങ്ങനെയാ മാറുന്നത്, അവിടെ ജീവിതത്തിന്റെ അനുഭവം എങ്ങനെയാ മാറുന്നത്, അവിടെ ശുശ്രൂഷയുടെ ലെവൽ എങ്ങനെയാണ് മാറുന്നത്. താഴ്വരയിൽ നിൽക്കുന്നതായ ജനം, താഴ്വരയിൽ നിൽക്കുന്നതായ ജനം, താഴ്വരയിൽ നിൽക്കുന്നതായ ജനം പിതാവിന്റെ ശബ്ദം കേട്ടില്ല. താഴ്വരയിൽ നിൽക്കുന്നതായ ജനം ആ മഹത്വമേകം കണ്ടില്ല. പലർക്കും കാണാൻ കഴിയാത്തത്, കേൾക്കാൻ കഴിയാത്തത് നിനക്ക് തമ്പുരാൻ പകരാൻ ആഗ്രഹിക്കുക. കേറിവാ, 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 ആരാധിച്ച് കേറിവാ, സ്തോത്രം ചെയ്ത് കേറിവാ, ദൈവത്തെ സ്തുതിച്ച് കേറിവാ. കമാ
നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. യെസ് ലോർഡ്, യെസ് ലോർഡ്. മൗണ്ടൻ ക്ലൈംബിംഗ്, മറ്റാർക്കുമില്ലാത്ത പെയിൻ, മറ്റാർക്കുമില്ലാത്ത കണ്ണുനീർ, മറ്റാർക്കുമില്ലാത്ത മലകയറ്റങ്ങൾ, മറ്റാർക്കുമില്ലാത്ത കണ്ണുനീർ, മറ്റാർക്കുമില്ലാത്ത നിന്ന, മറ്റാർക്കുമില്ലാത്തതായ അപവാദങ്ങൾ, മറ്റാർക്കുമില്ലാത്ത നിറം പിടിച്ച കഥകൾ. മല കയറി വന്നവർ, പകൽക്കാലം ആ മഹത്വം ആഗ്രഹിക്കുന്നവർ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചു പറയുന്നു, ഞങ്ങൾ മനുഷ്യരെ ഞങ്ങൾക്ക് കാണണ്ട, മനുഷ്യരെ ഞങ്ങൾക്ക് വാചകം പഠിച്ച് കളയാൻ നേരമില്ല, പകരം ദൈവത്തിൽ ഞങ്ങൾ കേൾക്കട്ടെ, ദൈവത്തിൽ ഞങ്ങൾ കേൾക്കട്ടെ, ദൈവത്തിൽ നിന്ന് ഞങ്ങൾ കേൾക്കട്ടെ. കമാൺ, ശബ്ദം ഉയർത്തി. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവരെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവരെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ദൂതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന. ദൈവത്തിന്റെ ചലന, ദൈവത്തിന്റെ ചലന കർത്താവ് ചലിക്കുന്നു. ചേർന്ന് ചലിച്ചേ, ചേർന്ന് ചലിച്ചേ, ചേർന്ന് ചലിച്ചേ. ഹല്ലേലൂയ ഹോശന, പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന. ഇന്ന് പകൽ സാഹചര്യങ്ങളിൽ ലോക്ക് ചെയ്തിരിക്കുന്ന പലരുണ്ട്. സാഹചര്യങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുന്നവരുടെ കെട്ടുകൾ ഇന്ന് പകൽ അഴിയുകയാണ്. ഒന്നും മുന്നേറുവാൻ കഴിയാതെ സാഹചര്യങ്ങൾ നിന്റെ നാവിനെ കെട്ടി, നിന്റെ കയ്യെ കെട്ടി. യേശുവിന്റെ നാമത്തിലെ കെട്ടുകൾ ഇന്ന് പകൽക്കാലം ഈ അഭിഷേകത്തിന് മുൻപിൽ ഉടയുന്നു. അടിമ ചങ്ങലകൾ തകരുന്നു, അടിമ ചങ്ങലകൾ തകരുന്നു. ഇൻ ജീസസ് നെയിം. നുകങ്ങൾ പൊളിയുന്നു. ദൗത്യത്തിനായി ആരൊക്കെയോ ദൈവം ഒരുക്കുന്നു, ദൗത്യത്തിനായി ദൈവം ഒരുക്കുന്നു. മഹത്വം ഇറങ്ങി ദൈവിക ദൗത്യത്തിനായി ഒരുക്കുന്നു. ദൈവിക ദൗത്യത്തിനാൽ ഇതാ കാലിൽ ചെരിപ്പെട്ട് അരകെട്ടി, കാലിൽ ചെരിപ്പെട്ട് അരകെട്ടി, കാലിൽ ചെരിപ്പെട്ട് അരകെട്ടി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രോസിനെ പോലെ, കാലിൽ ചെരിപ്പെട്ട് അരകെട്ടി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പത്രോസിനെ പോലെ ഇൻ ജീസസ് നെയിം 25-ാം തീയതി ദൈവിക ദൗത്യത്തിനായി കുടുംബമായി വ്യക്തിപരമായി ആരൊക്കെയോ കർത്താവിന്റെ കൃപയാൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ വായു തുറന്ന് അന്യഭാഷകൾ ആരാധിച്ചു, വായു തുറന്ന് പ്രാർത്ഥിച്ച്, വായു തുറന്ന് ആരാധിച്ച്. ഇൻ ജീസസ് നെയിം ഒരുങ്ങുന്നു. ഒരു രണ്ടാം പുറപ്പാട് നിന്റെ ജീവിതത്തിൽ കർത്താവ് കൽപ്പിക്കുന്നു. ഒരു രണ്ടാം പുറപ്പാട്.
നിന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയത്തില്ല. ദൗത്യത്തിനായി ദൈവം തന്നെ ഒരുക്കുകയാണ്. ദൗത്യത്തിനായി ദൈവം തന്നെ ഒരുക്കുകയാണ്. ഓ ഹല്ലേലൂയ. മലകേറിയവരെ, ദൗത്യത്തിനായി, ദൈവിക ദൗത്യത്തിനായി ദൈവം തന്നെ ഒരുക്കുന്നു. Take it. Receive that in Jesus' name. Receive that in Jesus' name. എല്ലാ ഹൗസ് അറസ്റ്റ് യേശുവിന്റെ നാമത്തിൽ പൊളിയുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഹൗസ് അറസ്റ്റ്, എല്ലാ കാരാഗ്രഹവാസങ്ങൾ പോലെയുള്ള ജീവിത ശൈലികൾ വേരോടെ തമ്പുരാൻ പറിച്ചു കളയുന്നു. വേരോടെ ഹൗസ് അറസ്റ്റ് യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ഹൗസ് അറസ്റ്റ് പൊളിയട്ടെ. കമാൺ. ആരെങ്കിലും എന്നോട് ആത്മാവിൽ ഐകമത്യപ്പെടുന്നോ? ആരെങ്കിലും ആത്മാവിൽ ഐകമത്യപ്പെടുന്നോ? കമാൺ. ടേക്ക് ഇറ്റ്. ഫ്രീഡം. മഹത്വം എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവ മഹത്വമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൗത്യത്തിനായി ഈ ജനം ഒരുങ്ങട്ടെ. മഹത്വ ശുശ്രൂഷ, നോട്ട് ഓർഡിനറി, സാധാരണ നിലയിലെ മഹത്വത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഈ ജനം ഒരുങ്ങട്ടെ. Uncommon anointing, uncommon voice, uncommon. ലൈഫ്സ്റ്റൈൽ മാറട്ടെ. ജീവിത ശൈലി മാറട്ടെ. യെസ്, ജീവിത ശൈലി മാറട്ടെ. ഭവനങ്ങൾ കാരാഗ്രഹങ്ങൾ പോലെയായിരിക്കുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയുന്നു. പകരം ഇന്ന് പകൽ മഹത്വം വിടുന്നു. നിന്റെ കയ്യെ കെട്ടുന്ന, നിന്റെ നാവിനെ കെട്ടുന്ന, നിന്റെ കാലിനെ കെട്ടുന്ന ആ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയുന്നു. ഫ്രീഡം. നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും ഫ്രീഡം. യെസ്. ചലനം. അബ്രഹാമേ ഇവിടെ പാർക്കല്ല, നീ ബഥേലിൽ പോ. അബ്രഹാമേ നീ ബഥേലിൽ പാർത്ത് മതി, നീ ഇന്നടുത്ത് പോ. അബ്രഹാം ചലിച്ചു. അബ്രഹാം അനുസരിച്ചു. മോശ അനുസരിച്ചു. രൂത്ത് അനുസരിച്ചു. ഇന്ന് പകൽ അനുസരിക്കട്ടെ. ദൈവത്തിന്റെ ആലോചന അനുസരിക്കട്ടെ. എന്നാൽ ആദാം അനുസരിച്ചില്ല. ആദാം അനുസരിക്കാത്തത് കൊണ്ട് അവന് പൊസിഷൻ പോയി. എന്നാൽ അനുസരിച്ചവർക്ക് പൊസഷൻ കിട്ടി, പൊസിഷനും കിട്ടി. അനുസരിച്ചവർക്ക് പൊസഷൻ കിട്ടി, പൊസഷനും കിട്ടി. ഫോളോ മീ. ഈ മലയിൽ ഫോളോ ആയി. ഈ മല കയറാം. നമുക്ക് ഈ മല കയറാം. വാ, നമുക്ക് ഈ മല കയറാം. നിനക്കൊരു പൊസഷൻ ഉണ്ട്. ഗ്ലോറി പൊസഷൻ. നിനക്കൊരു ഗ്ലോറി പൊസഷൻ ഉണ്ട്. ആ ഗ്ലോറിയിൽ ഒരു പൊസിഷൻ ഉണ്ട്. കമാൺ. ആരോടാ ഞാൻ പറഞ്ഞേ? നിനക്ക് ഗ്ലോറിയിൽ ഒരു പൊസഷൻ ഉണ്ട്, ഒരു പൊസിഷൻ ഉണ്ട്. നിനക്ക് ഗ്ലോറിയിൽ ഒരു പൊസിഷൻ ഉണ്ട്. മഹത്വത്തിൽ നിനക്കൊരു പദവി ഉണ്ടെന്ന്, മഹത്വത്തിൽ നിനക്കൊരു അവകാശമുണ്ടെന്ന്. മഹത്വത്തിൽ നിനക്കൊരു പദവിയുണ്ട്, മഹത്വത്തിൽ നിനക്കൊരു അവകാശമുണ്ട്. എന്റെ ദൈവമോ, ക്രിസ്തു യേശുവിൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തന്റെ മഹത്വത്തിന്റെ ധനത്തോടൊപ്പം, മഹത്വത്തിലൊരു ധനമുണ്ട്, മഹത്വത്തിലൊരു പൊസഷൻ ഉണ്ട്. ഏറ്റെടുക്കട്ടെ. അതിനെതിരെ നിൽക്കുന്ന സകല വാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. I release these people.
യേശുവിന്റെ നാമത്തിൽ ആ വലിയ പദ്ധതിക്കായി അവരുടെ ജീവിതത്തെ സ്തോത്രം റിലീസ് ചെയ്യുന്ന അവരുടെ ഭവനങ്ങൾ മാറട്ടെ, അവരുടെ ഭവനങ്ങൾ മാറട്ടെ, അവരുടെ പറമ്പുകൾ മാറട്ടെ, അവരുടെ പറമ്പുകൾ മാറട്ടെ, അവരുടെ തൊഴുത്തുകൾ മാറട്ടെ, അവരുടെ കൃഷി പുരയിടങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശൂന്യതകളില്ല, മേലാൽ ശൂന്യതകളില്ല. നിറവ് 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 നിറവ്. ഉപയോഗമില്ലാതെ ചെലന്തി വല പിടിച്ചിരിക്കുന്ന സകലത പൊടി പിടിച്ചിരിക്കുന്ന എല്ലാം പുറത്തു പോട്ടെ. പകരം മഹത്വം 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 മഹത്വം, അകത്തും പുറത്തും വ്യതിയാനം വ്യതിയാനം വ്യതിയാനം. ഇത് ഞങ്ങളുടെ സീസണാണ്. 6 ദിവസം കഴിഞ്ഞ ശേഷം എന്ന് പറയുന്ന പോലെ ഈ ജൂലൈയിലെ മണിക്കൂർ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആകുമ്പോൾ ഞങ്ങൾ മറ്റൊരു മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ്, മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ്, മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ്. ആർക്കെല്ലാം വേണോ? പൊസിഷൻ മാറുന്നു, പലരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മാറുന്നു, പലരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മാറുന്നു. ചേഞ്ച് ചേഞ്ച് ചേഞ്ച്. വാലിയിൽ നിന്ന് മൗണ്ടനിലേക്ക് ചേഞ്ച്, വാലിയിൽ നിന്ന് മൗണ്ടനിലേക്ക് ചേഞ്ച്. പലരുടെ അഡ്രസ് മാറുന്നു, പലരുടെ ടെലിഫോൺ നമ്പർ മാറുന്നു, പലരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മാറുന്നു. വാലിയിൽ നിന്ന് താഴ്വരയിൽ നിന്ന് സ്തോത്രം പർവ്വതത്തിലേക്ക്, താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലേക്ക് കയറി വാ. ലൊക്കേഷൻ മാറുന്നു, മഹത്വത്തിലേക്ക് ലൊക്കേഷൻ മാറുന്നു, ലൊക്കേഷൻ മാറുന്നു. ഇത് പ്രസംഗമല്ല, ഞാൻ പ്രസംഗിച്ചില്ല ഇന്ന് പകൽ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഇൻ ജീസസ് നെയിം. സ്തുതി കുറയല്ലേ, സ്തോത്രം കുറയല്ലേ. യേശുവിന്റെ നാമത്തിൽ താഴ്വര വാചകം നിർത്തണേ. ഞാൻ ഉൾപ്പെടെയുള്ളവർ താഴ്വര വാചകം നിർത്ത്. താഴ്വരയുള്ള ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഡിപ്രഷനും താഴ്വര വാചകം നിർത്ത്. അധികം അവനിൽ നിന്ന് കേക്ക്, അധികം അവനിൽ നിന്ന് കേക്ക്. സംസാരിക്കും കർത്താവേ, സംസാരിക്കും കർത്താവേ. കേക്കട്ടെ കേക്കട്ടെ. ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞ് 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 മറ്റുള്ളവരെ കുറിച്ച്, ഞങ്ങളെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, ഞങ്ങളെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് മതി. പകരം 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, അകത്തെ മനുഷ്യന്റെ ചെവികളെ തുറക്കണമേ. അകത്തെ മനുഷ്യന്റെ ചെവികളെ തുറക്കണമേ, അകത്തെ മനുഷ്യന്റെ ചെവികളെ തുറക്കണമേ. കേൾക്കട്ടെ, വ്യക്തമായി കേൾക്കട്ടെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ. ഇവൻ എന്റെ പ്രിയ. അയ്യോ, ഇത് നേരത്തെ കേട്ടാണല്ലോ. അതെ, നേരത്തെ കേട്ടോ. ചില മാസങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് യോർദാന്റെ കരയെ കേട്ടതാ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അഭിപ്രായം മാറിയില്ല. നിന്നെ വിളിച്ച ദൈവത്തിന്റെ അഭിപ്രായം മാറത്തില്ല. ചുറ്റും നിൽക്കുന്ന മനുഷ്യന്റെ അഭിപ്രായം ഒത്തിരി മാറും. മനുഷ്യന്റെ അഭിപ്രായം മാറും. മനുഷ്യൻ കാല് വാരും, മനുഷ്യൻ കുറ്റം പറയും. എന്നാൽ വിളിച്ച ദൈവത്തിന്റെ അഭിപ്രായം മാറത്തില്ല. വിളിച്ച ദൈവത്തിന്റെ അഭിപ്രായം മാറത്തില്ല. ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പോഴും അവൻ എന്റെ പ്രിയപുത്രൻ. അതുകൊണ്ട് തീരുമാനിക്കുക, ആരെ ശബ്ദം നിനക്ക് വേണം, ആരെ ശബ്ദം നീ കേൾക്കും, ആരെ ശബ്ദം നീ കേൾക്കും. നീ കാല് മാറുന്ന മനുഷ്യന്റെ ശബ്ദം നീ കേറോ, കൂടെ നിന്ന് ചതിക്കുന്ന മനുഷ്യന്റെ ശബ്ദം നീ കേൾക്കോ. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എന്റെ സമാധാന നിയമത്തിന് ഭംഗം വരികയുമില്ല എന്ന ദൈവശബ്ദം നീ കേൾക്കോ. ചതിക്കുന്ന മനുഷ്യന്റെ ശബ്ദമാണ് നിനക്ക് വേണ്ടിയത്. മാറി നിന്ന് കുറ്റം പറയുന്ന, അപവാദം പറയുന്ന മനുഷ്യന്റെ ശബ്ദമാണ് നിനക്ക് വേണ്ടിയത്. ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ശബ്ദമാണോ നിനക്ക് വേണ്ടിയത്? യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്ലബ്ബ് മാറ്റം കർത്താവേ. 7 മാസം അവസാന ഞായറാഴ്ച ഞങ്ങൾ പറയുന്നു, 7 മാസത്തോടെ ഞങ്ങളുടെ ക്ലബ്ബ് ഒന്ന് മാറ്റണമേ. അടുത്ത 8 മാസത്തിന്റെ 1-ാമത്തെ ഞായറാഴ്ച ഞങ്ങൾ സ്റ്റെപ്പൻ ചെയ്ത് ഒരുമിച്ച് കൂടി വരുമ്പോൾ ഞങ്ങളുടെ ക്ലബ്ബ് താഴ്വരയിലല്ല, ഞങ്ങളുടെ നിലവാരം പർവ്വതത്തിന് മുകളിലാകട്ടെ. ഞങ്ങളുടെ നിലവാരം പർവ്വതത്തിന് മുകളിലാകട്ടെ. അബ്രഹാം ചലിച്ചു, മോശ ചലിച്ചു, രൂത്ത് ചലിച്ചു, ശൗല് ചലിച്ചു. ദൈവാത്മാവുള്ള എല്ലാവരും ചലിക്കുന്നു. കാരണം ആത്മാവിൽ ജനിച്ചവൻ എല്ലാം കാറ്റുപോലെയാണ്. അവനെ നിർവചിപ്പാൻ ആർക്കും കഴിയത്തില്ല. നീ ഇത്രയും മതി എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. കാറ്റാണ് ഇവരെല്ലാം, കാറ്റുപോലെയാണ് ഇവരെല്ലാം, കാറ്റുപോലെയാണ്. നിക്കോദിമസേ, നിന്റെ ബുദ്ധിക്ക് ഇത്
എത്തിപ്പിടിപ്പാൻ കഴിയത്തില്ല. നിന്റെ ബുദ്ധിക്ക് അതീതമാണ്. എവിടെ ഭാവി എന്തെന്ന് ദേശാധിപതിയെ നിനക്കറിയത്തില്ല. വംശാധിപതിയെ നിനക്ക് എവിടെ ജീവിതം എന്തെന്ന് നിർവചിപ്പാൻ കഴിയത്തില്ല. ശത്രുക്കൾക്കും അറിയത്തില്ല, മിത്രങ്ങൾക്കും അറിയത്തില്ല. കാറ്റ് പോലെയാണ്. കരങ്ങൾ ഉയർത്തി ആരാധിക്കാൻ. യെസ്, യെസ്, യെസ്. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത, ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത ഉയരങ്ങൾ, ഉയരങ്ങൾ. Come, let's climb this mountain.